بسم الله الرحمن الرحيم الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء المرسلين نبينا محمد وعلى آله وصحابته أجمعين ثم أما بعد സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് നമ്മൾ വിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളും അതിൽ ആളുകൾക്ക് എന്തെങ്കിലും സംശയ നിവാരണങ്ങളുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ വേദിയിൽ ചർച്ചാവേദിയിൽ വിഷയമായിട്ടുള്ളത്. നമ്മൾ വിശുദ്ധമായ രണ്ട് അവസരങ്ങളെയും ധന്യമായ രണ്ട് മുഹൂർത്തങ്ങളെയും സ്വീകരിക്കാനിരിക്കുകയാണ്. ഒന്ന് വിശുദ്ധ ദുൽഹജ്ജ് 10 നാളുകൾ, മറ്റൊന്ന് വിശുദ്ധമായ ഹജ്ജിൻ്റെ നാളുകൾ. ദുൽഹജ്ജ് 10 പുണ്യത്തിൻ്റെ പകലുകളാണ്. ഉമ്മഹാത്തുൽ ഇബാദാത്തുകളിൽ ഉമ്മഹാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന നമസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, ഹജ്ജ് തുടങ്ങിയതെല്ലാം ഒത്തൊരുമിച്ച് വരുന്ന 10 നാളുകളാണ് ദുൽഹജ്ജ് 10. അതിനാലാണ് ഈ 10 നാളുകൾക്ക് ശ്രേഷ്ഠത പറയപ്പെട്ടത് എന്ന് ഇബ്നു ഹജർ റഹിമഹുള്ളയെ പോലുള്ളതായ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. തക്ബീറും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കുവാനും സൽപ്രവൃത്തികൾ അധികരിപ്പിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള വസിയ്യത്തും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജും ഉംറയും ദാരിദ്ര്യത്തെ പോക്കുന്ന, പാപക്കറ മായിക്കുന്ന മഹത്തായ പുണ്യകർമ്മങ്ങളാണ്. ഉംറയെ സംബന്ധിച്ചിടത്തോളം അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ അവക്കിടയിലുള്ളതിൻ്റെ പ്രായശ്ചിത്തമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയിട്ടുള്ളത്. ഇതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, ഹജ്ജും ഉംറയും നിങ്ങൾ തുടർത്തി ചെയ്യുക. കാരണം ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖ്റ വദ്ദുനൂബ്, ദാരിദ്ര്യത്തെയും പാപങ്ങളെയും അവ രണ്ടും പോക്കും. കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദി വദ്ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അതേപോലെ ഇരുമ്പിൻ്റെയും ഒക്കെ അസംസ്കൃത വസ്തുക്കൾ അതിനെ ഉല പോക്കുന്നത് പോലെ വലൈസ ലിൽ ഹജ്ജിൽ മബ്റൂറി സവാബുൻ ഇല്ലൽ ജന്ന,
പുണ്യകരമായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമായില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മബ്രൂറായ ഹജ്ജ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ ചെയ്തു കാണിച്ച ഹജ്ജാണ്. ഹിജ്റയുടെ 9ാമത്തെ വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുദൂതർക്ക് ഹജ്ജ് നിർബന്ധമാക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടതിൽ പിന്നെ 10ലാണ് ഹിജ്റയുടെ 10ലാണ് ഹജ്ജിന് പോകുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും പഠിപ്പിക്കുകയും ചൊല്ലുവാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദു അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. ഫഇന്നി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, എൻ്റെ ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടാനുണ്ടായിക്കൊള്ളണമെന്നില്ല. ലഅല്ലി ലാ അഹജ്ജു ബഅദ ഹജ്ജത്തി ഹാദിഹി, എൻ്റെ ഈ ഹജ്ജിന് ശേഷം ഞാൻ ഹജ്ജ് ചെയ്തു കൊള്ളണമെന്നില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും തിരുനബിയിൽ നിന്ന് ഹജ്ജ് സൂക്ഷ്മമായി പഠിക്കുവാൻ പകർത്തുവാൻ വസിയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകി. ഇவ்விதം റസൂലുള്ളാഹി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ മബ്രൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ച ഹജ്ജാണ്. പൂർവികരിൽ ഒരാൾ ഹാജിമാരുടെ വലിയൊരു സംഘം പോകുന്നത് കണ്ടപ്പോൾ മാ അക്സർ അൽ ഹാജ്, ഹാജിമാരെത്ര കൂടുതലാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിനെ മറ്റൊരു പൂർവികൻ തിരുത്തിയിട്ട് പറഞ്ഞു, മാ അക്സർ അൽ ഹാജ് എന്ന് പറയല്ലേ, ഹാജിമാരെത്ര കൂടുതൽ എന്ന് പറയല്ലേ, മാ അക്സർ അൽ റക്ബ്, യാത്രാ സംഘം എത്ര കൂടുതൽ എന്ന് പറഞ്ഞോ. കാരണം ഹജ്ജിൻ്റെ വേഷം കെട്ടിയവരിൽ പലരും അവർ ഹാജിയാണ് എന്ന് വിധി പറയാൻ പറ്റാത്ത വിധമാണ് അവരുടെ കർമ്മങ്ങളും അവരുടെ മൊഴികളുമൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് യാത്രാസംഘം കൂടുതലുണ്ടെന്ന് പറഞ്ഞോ, ഹാജിമാർ കൂടുതലുണ്ട് എന്ന് പറയണ്ടായെന്ന്. കാരണം ഹജ്ജിന് പുറപ്പെടുന്ന പലരും വിശ്വാസരംഗം വരെ പാഴാക്കി അന്ധവിശ്വാസങ്ങൾ പ്രവർത്തിച്ച് അനാചാരങ്ങൾ പ്രവർത്തിച്ച് ഹജ്ജിൻ്റെ നാളുകളിൽ പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും. ചിലർ ഹജ്ജിന് വരുന്നത് തന്നെ വിദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നത് ശിർക്കൻ വിശ്വാസത്തിൽ തുടങ്ങിയാണ്. ഹജ്ജ് കർമ്മം ചെയ്ത് അതിനെ ഒടുക്കം അവസാനിപ്പിക്കുന്നത് ശിർക്കൻ വിശ്വാസത്തിലാണ്. ജാറങ്ങളിൽ തുടങ്ങി ജാറങ്ങളിൽ അവസാനിപ്പിക്കുന്ന ഹജ്ജ് ടൂറുകളും ഹജ്ജ് പാക്കേജ് പദ്ധതികളുമൊക്കെ പലർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ഹജ്ജ്? ഇസ്ലാമിൽ തൗഹീദിൻ്റെ സാക്ഷാത്കാരമാണ് ഹജ്ജിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ ദേവാലയത്തെ നിർമ്മിക്കുവാനുള്ള സ്ഥലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരുക്കി നിശ്ചയിച്ചപ്പോൾ വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മക്കാനൽ ബൈത്ത് അല്ലാ തുശ്രിക് ബി ഷൈഅ, കഅബത്തിന്റെ സ്ഥലം നിർണയിച്ചു കൊടുത്തത് തന്നെ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത വിധം അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുവാനാണ്. വതഹിർ ബൈതിയ ലിത്വായിഫീന വൽഖായിമീന വറുക്കഇ സുജൂദ്, തവാഫ് ചെയ്യുന്നവർക്ക് നമസ്കരിക്കുന്നവർക്ക് റുക്കൂഉം സുജൂദും ഒക്കെ നിർവഹിക്കുന്നവർക്ക് മാത്രമായി എൻ്റെ ഭവനത്തെ നീ ശുദ്ധീകരിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആജ്ഞാപിക്കുന്നത്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളിൽ ഹജ്ജിന് വിളംബരം നടത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. കഅബ നിർമ്മിച്ച് അതിനെ ശുദ്ധീകരിച്ചതിന് ശേഷം എന്തിന്? അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശുദ്ധീകരിച്ചതായ കഅബയിൽ ഷിർക്കിൻ്റെ വിശ്വാസം കൊണ്ടുവരികയും ഹുബുൽ എന്ന് പറയുന്ന വിഗ്രഹത്തെ നാട്ടി ഷിർക്കിന് തുടക്കം കുറിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. നരകത്തിൽ വയർ പിളർന്ന് കുടൽമാല പുറത്തു ചാടി അതിനു ചുറ്റും ആസുകല്ലിന് ചുറ്റും കഴുത കറങ്ങുന്നത് പോലെയാണ് അംർ ബിൻ ലുഹൈ ശിക്ഷിക്കപ്പെടുന്നത്. കാരണം അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തെടുത്ത് ഹജ്ജ് നിർവഹിക്കുവാൻ, ആരാധനകൾ സമർപ്പിക്കുവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടുത്തുയർത്തിയ വിശുദ്ധ മന്ദിരത്തിൽ ഷിർക്കിൻ്റെ തുടക്കം കുറിച്ച ആളാണ് അംർ ബിൻ ലുഹൈ. ആ അംർ ബിൻ ലുഹൈനെ തുടർത്തി റബ്ബിനെ മാത്രം വിളിച്ചാരാധിക്കുവാനുള്ള കഅബയെ ഷിർക്കിൻ്റെ പ്രവൃത്തി നടത്തുവാനുള്ള കേന്ദ്രമാക്കിയിട്ട് പിൽക്കാലക്കാർ മാറ്റുകയാണ് ഉണ്ടായത്, അംർ ബിൻ ലുഹൈനെ തുടർന്ന്. അങ്ങനെയാണ്
ഹാജർ അലൈഹസ്സലാം സഫ മർവക്കിടയിൽ അള്ളാഹുവിൽ പ്രതീക്ഷ പുലർത്തി ഓടുകയും അള്ളാഹു ഞങ്ങളെ കൈ ഒഴിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ അവർ നിലയുറപ്പിക്കുകയും ചെയ്ത ആ റബ്ബിനെ മാത്രം പ്രതീക്ഷിച്ച, റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച, റബ്ബിൽ മാത്രം തവക്കുലാക്കിയ ആ സ്ഥലങ്ങളിൽ ഇസാഫിന ഇല വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് മക്കക്കാർ പ്രതിഷ്ഠിക്കുകയുണ്ടായത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിനെയും ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുവന്നാക്കി തിരിച്ചു പോകുമ്പോൾ, നീണ്ട കാൽവെപ്പുകളിൽ മടങ്ങിപ്പോകുമ്പോൾ ഹാജർ പിന്നാലെ കൂടുന്നുണ്ട്. അല്പം വെള്ളവും കാരക്കയുമാണ് അവരുടെ കൂടെയുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോൾ, ഇബ്രാഹിം ഞങ്ങളെ ആരെ ഏൽപ്പിച്ചാണ് നിങ്ങൾ പോകുന്നത്? ആരോരുമില്ലാത്ത ഈ സ്ഥലത്ത് വിജനതയിൽ ഞങ്ങളെ നിങ്ങൾ വിട്ടേച്ച് പോവുകയാണോ എന്ന് പറയുമ്പോൾ ഒന്നും പ്രതികരിക്കാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നടക്കുകയാണ്. ഹാജർ പിന്നാലെ കൂടി ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തത്? അള്ളാഹു പറഞ്ഞിട്ടാണോ നിങ്ങൾ ഞങ്ങളെ വിട്ടേച്ചത് എന്ന് പറയുമ്പോൾ അതിന് മാത്രമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചത്, അന്നഅം, അതേ എന്ന്. അപ്പോൾ ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, എങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളൂ, ഇദൻ ലാ യുദയ്യിഉന, ആ അള്ളാഹു ഞങ്ങളെ കൈയൊഴിക്കുകയില്ല എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ ഹാജർ അലൈഹി അസ്സലാം യാത്രയാക്കുകയാണ്. അതിൽ പിന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് റബ്ബി ഇന്നി അസ്കൻതു ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്ത, ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച, അള്ളാഹുവിൽ തവക്കുലാക്കിയ ഈ വിശുദ്ധ താഴ്വാരം, അതേപോലെ തന്നെ സഫ മർവ കുന്നുകൾക്കിടയിലുള്ള ഈ സ്ഥലങ്ങളെ വിഗ്രഹാരാധനയുടെയും അതേപോലെ സൃഷ്ടിപൂജയുടെയും അന്ധവിശ്വാസങ്ങളുടെയും സ്ഥാനമാക്കിയിട്ട് മാറ്റുകയാണ് മക്കക്കാർ ചെയ്തത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതരാകുമ്പോൾ കഅബത്തിനകത്തും പുറത്തുമായി എത്ര വിഗ്രഹങ്ങളാണ്. ഇസാഫ് നായില എന്ന് പറയുന്ന ഒരു ആണും പെണ്ണും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു കൽ രൂപത്തെ വരെ അവർ സഫാ കുന്നിന് നേരെ പ്രതിഷ്ഠിച്ച് അതിനെ പൂജിക്കുന്ന, അതിന് വലയം ചെയ്യുന്ന സ്ഥിതിവിശേഷം കഅബത്തിനടുത്ത് അവർ സ്ഥാപിച്ച്, സഫയുടെ ഭാഗത്ത് സ്ഥാപിച്ച് അതിന് വലയം വെക്കുന്ന, അതിനെ പൂജിക്കുന്ന സ്ഥിതിവിശേഷം നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഷിർക്കൻ ആചാരങ്ങളെയും മുഴുവൻ മക്കയിൽ നിന്ന് ഉടച്ചു വാർക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തപ്പോൾ ഷിർക്കിൻ്റെ ആളുകളുടെ എല്ലാ പ്രവൃത്തികളും അതിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എതിരാവുകയും ഏകദൈവ വിശ്വാസത്തിൻ്റെ തൗഹീദിൻ്റെ പ്രഖ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിക്കുകയുമാണ് ചെയ്തത്. ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ഹജ്ജ് തീരുന്നത് വരെ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിൻ്റെ ഉദ്ഘോഷകനായിരുന്നു. ഹജ്ജിൽ തൽബിയത്ത് ചൊല്ലി തുടങ്ങുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹല്ല ബി തൗഹീദ്, തൗഹീദ് കൊണ്ട് ഇഹ്ലാൽ നടത്തി എന്നാണ്. തൗഹീദ് കൊണ്ട് ഇഹ്ലാൽ നടത്തി എന്ന് പറഞ്ഞാൽ ലബ്ബൈക് അല്ലാഹുമ്മ ചൊല്ലി എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്നുള്ള തൽബിയത്തിനെ കുറിച്ചാണ് ജാബിർ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് അഹല്ല ബി തൗഹീദ്. തൗഹീദ് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇഹ്ലാൽ നടത്തിയത്, ശബ്ദമുയർത്തി ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയുണ്ടായത്. അവിടെ തുടങ്ങി. എന്നിട്ട് ഈ തൗഹീദാണ് ഹജ്ജ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ തിരുനബി പറഞ്ഞത്? അൽ ഹജ്ജു അൽ അജ്ജു വസ്സജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അജ്ജാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ശബ്ദ ഉയർത്തൽ. എങ്ങനെ ശബ്ദം ഉയർത്തേണ്ടത്? തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ശബ്ദം ഉയർത്തണം. ഇഹ്റാമിൽ പ്രവേശിച്ച തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറയാണ്, മുഹമ്മദ് നിങ്ങളുടെ അനുയായികളോട് പറയുക അവർ തൽബിയത്ത് കൊണ്ട് ശബ്ദമുയർത്തട്ടെ. അങ്ങനെ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിനാൽ ശബ്ദമുഖരിതമാക്കി, അള്ളാഹുവിനോടുള്ള ദുആയാൽ ശബ്ദമുഖരിതമാക്കി, അള്ളാഹുവിനുള്ള തക്ബീറിനാൽ ശബ്ദമയമുള്ളതാക്കി. ബഹുദൈവ വിശ്വാസികളോട് അവരുടെ ശിർക്കൻ വിശ്വാസങ്ങളിൽ എതിരായി എന്ന് മാത്രമല്ല, അവരുടെ ഷിർക്കടങ്ങിയിട്ടുള്ള പ്രവൃത്തികൾ, അതേപോലെ തന്നെ ഷിർക്ക് ചെയ്തുകൊണ്ട് അവർ നിർവഹിച്ചതായ കുറേ ബിദ്ഈ പ്രവർത്തനങ്ങൾ, അതിനോടെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൽ എതിരാവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ്
മുശ്രിക്കുകൾ തവാഫ് ചെയ്തപ്പോൾ തൽബിയത്ത് ചൊല്ലിയിരുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ഇല്ലാ ശരീകൻ ഹുവ ലക് ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അങ്ങനെ അവർ ശിർക്ക് കലർത്തി തൽബിയത്ത് ചൊല്ലി. ലബ്ബൈക് അല്ലാഹുവേ നിനക്ക് ഉത്തരമേകി ഞങ്ങൾ വരുന്നു, വീണ്ടും വീണ്ടും ഉത്തരമേകുന്നു. ലബ്ബൈക ലാ ശരീക ലക് നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഇല്ലാ ശരീകൻ ചില പങ്കുകാരല്ലാതെ, ഹുവ ലക് ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്, തംലികുഹു വമാ മലക് ആ പങ്കുകാരനെയും ആ പങ്കുകാരൻ ഉടമപ്പെടുത്തിയതിനെയും നിനക്കുള്ളതാണ് എന്നർത്ഥം വരുന്ന ഷിർക്കിൻ്റെ ചൊവ്വയുള്ള തൽബിയത്തിന് അവർ കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ ദഅവത്ത് നടത്തിയ നാളിൽ അവരുടെ തൽബിയത്തിന് ആ സമയം എത്തുമ്പോൾ ലാ ശരീക ലക് എന്ന് പറയുമ്പോൾ തിരുനബി പറയുമായിരുന്നു, ഖദിൻ ഖദിൻ മതിയാക്കൂ, നിർത്തൂ, അതുവരെ മതി, ഇനി ഷിർക്ക് കൊണ്ടുവരല്ലേ എന്ന് പറയുമായിരുന്നു. പക്ഷേ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ തരുണത്തിൽ ആക്രമിക്കുകയായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൽബിയത്ത് ചൊല്ലിയപ്പോൾ ലബ്ബൈക ലാ ശരീക ലക് ഇന്നൽ ഹംദ വന്നിഅമത് ലക് വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന് പറഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിൽ അധിഷ്ഠിതമായ തൗഹീദിനെ പ്രഖ്യാപിക്കുന്ന തൽബിയത്തിനെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുകയുണ്ടായത്. സഫാ കുന്നിന് മുകളിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുവാൻ നിന്ന തുടക്ക നാളിൽ അബൂലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എറിയുകയും മലമുകളിൽ നിന്ന് ഇറക്കുകയും ചെയ്തിരുന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ കയറി നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവാൻ അവസരം നിഷേധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഹജ്ജ് വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫയുടെ മുകളിൽ കയറി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഉച്ചസ്ഥരം തൗഹീദിനെയാണ് പ്രഖ്യാപിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആവർത്തിക്കുകയുണ്ടായി സഫയുടെ മുകളിൽ, അതേപോലെ തന്നെ മർവയുടെ മുകളിൽ. ഇതേപോലെ ഹജ്ജിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഹജ്ജിൻ്റെ നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാൾ അറഫ. ആ അറഫയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു ഖൈറു ദുആ ദുആഉ യൗമി അറഫ, ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠം അറഫ നാളിലെ ദുആയാണ്. വ അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂൻ മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് ഹജ്ജിൽ നടത്തിയത്. ഹജ്ജ് തൗഹീദ് സാക്ഷാത്കരിക്കുവാനുള്ള ഒരു സുന്ദര വേദിയും അവസരവുമാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയുണ്ടായി. മുശ്രിക്കുകളുടെ ചെയ്തികളോട് റസൂലുള്ളാഹി എതിരാവുകയായിരുന്നു. അവരുടെ ആദർശത്തോട് മാത്രമല്ല, അവരുടെ ചെയ്തികൾ വരെ. മുശ്രിക്കുകൾ പല ഏർപ്പാടുകളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആദർശത്തിൽ കൂട്ടിക്കലർത്തിയിരുന്നു. അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു, പക്ഷേ അവർക്ക് കുറേ അന്ധവിശ്വാസങ്ങൾ അവരുടെ വക കൂട്ടിയിരുന്നു, കുറേ ബിദ്അത്തുകൾ അവർ കൂട്ടിയിരുന്നു. ആ ബിദ്അത്തുകളോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിരായിട്ട് ഹജ്ജ് ചെയ്യുകയുണ്ട്. ഷിർക്കിനോട് മാത്രമല്ല, മുശ്രിക്കിൻ്റെ പ്രവർത്തനത്തോട് പോലും റസൂലുള്ളാഹി ഇബാദത്തിൽ, ഈ മഹത്തായ ഇബാദത്തിനെതിരായി. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹറം നിവാസിയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹറമിൽ വന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ ഹറം നിവാസികൾ അന്നറിയപ്പെട്ടിരുന്നത് ഹുംസ് എന്ന പേരിലായിരുന്നു. അവരൊരിക്കലും മഷ്അറുൽ ഹലാലിൽ പോകുമായിരുന്നില്ല, മഷ്അറുൽ ഹറാമിലായിരുന്നു അവരുടെ ഹജ്ജ്. അപ്പോൾ അവർ അറഫയിൽ പോകുമായിരുന്നില്ല. അറഫയിൽ പോകാതെ അവർ മുസ്ദലിഫയിൽ മിനയിൽ മാത്രമാണ് അവരുടെ ഹജ്ജ് ഉണ്ടായിരുന്നത്. അവരുടെ വിശ്വാസം എന്തായിരുന്നു? ഞങ്ങൾ ഹറം നിവാസികളാണ്, ഖുറൈശികൾ, അതുകൊണ്ട് ഞങ്ങൾ ഹറം വിട്ടു പോകില്ല, അതുകൊണ്ട് തന്നെ അറഫയിൽ വുഖൂഫ് ഞങ്ങൾക്കില്ല എന്നവർ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്, അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഞങ്ങൾ ഹറം നിവാസികളാണ്, ഹറം വിട്ട് ഞങ്ങൾ അതിന് പുറത്തേക്കില്ല എന്ന് പറഞ്ഞാൽ അറഫയിൽ നിന്നില്ല എങ്കിൽ അയാൾക്ക് ഹജ്ജ് തന്നെ ഇല്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അറഫയിൽ നിൽക്കണം, രാവിലായാലും വേണ്ടില്ല, പകലിലായാലും വേണ്ടില്ല, കുറച്ച് സമയമെങ്കിലും അറഫയിൽ നിൽക്കണം, അതില്ലെങ്കിൽ ഹജ്ജില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതേപോലെ മുസ്ദലിഫയിൽ രാപ്പാർത്ത് മിനയിലേക്ക് ദുൽഹജ്ജ് 10 പ്രഭാതത്തിൽ വരുമ്പോൾ
മുശ്രിക്കുകളായ പണ്ടത്തെ ഹാജിമാർ അബൂജഹലും കൂട്ടരും ഹജ്ജ് ചെയ്തിരുന്ന നാളിൽ അവർ ചെയ്തിരുന്നത് എന്താ? അവർ സൂര്യൻ ഉദിക്കാൻ കാത്തു നിൽക്കും അറഫയിൽ. സൂര്യൻ ഉദിച്ചു പൊങ്ങിയതിന് ശേഷം മാത്രമായിരുന്നു സൂര്യൻ ഉദിക്കാൻ കാത്തു നിൽക്കും അവർ മുസ്ദലിഫയിൽ. സൂര്യൻ ഉദിച്ചു പൊങ്ങിയതിന് ശേഷമാണ് അവർ മുസ്ദലിഫ വിടുക എന്നാണ് ജാഹിലികൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പുള്ള മുശ്രിക്കുകളുടെ ഹജ്ജിൻ്റെ പോലെ ഈ പറയുന്നത്. അവർ ഹജ്ജ് ചെയ്തിരുന്നു, പക്ഷെ അവർ ഹജ്ജ് ചെയ്യുമ്പോൾ മുസ്ദലിഫയിൽ രാപ്പാർക്കും. എന്നിട്ട് മുസ്ദലിഫയിൽ രാപ്പാർത്ത് പ്രഭാതോദയം വരെ അവർ മുസ്ദലിഫയിൽ. സൂര്യൻ ഉദിക്കാൻ കാത്തു നിൽക്കും. സൂര്യൻ ഉദിച്ചതിന് ശേഷമായിരുന്നു അവർ മുസ്ദലിഫ വിട്ടിരുന്നത്. അവർ പറയുമായിരുന്നു, കിഴക്ക് ഭാഗത്തുള്ള മുസ്ദലിഫയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുള്ള സബീർ പർവ്വതത്തെ നോക്കി, അശ്രിഖ് സബീർ കൈമാ നഗീർ, സബീർ പർവ്വതമേ നീ ഒന്ന് ഉദിക്ക് ഞങ്ങൾക്ക്, എന്നിട്ട് വേണം മുസ്ദലിഫയിൽ നിന്ന് പോകാൻ. അതിൻ്റെ അർത്ഥം എന്താ? സൂര്യൻ ഉദിച്ച് സബീറിന് മുകളിലേക്ക് നന്നവണ്ണം പരന്നാലാണ് അവർ മുസ്ദലിഫ വിട്ടിരുന്നതെന്നാണ്. ഇത് അവരുടെ വക മുശ്രിക്കുകൾ അവർ കൂട്ടിക്കലർത്തിയ ഏർപ്പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്ത പഠിപ്പിച്ചത് എന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ദലിഫയിൽ രാപ്പാർത്ത് സുബഹി അതിൻ്റെ ആദ്യ സമയത്ത് നിസ്കരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് മഷ്അറുൽ ഹറാം പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹുവിനോട് ദീർഘനേരം ദുആ ചെയ്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ദലിഫ വിടാൻ പറഞ്ഞു. എന്തിനാ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മുസ്ദലിഫ വിടുന്നത്? മുശ്രിക്കുകളോട് അവരുടെ പ്രവൃത്തിയിൽ എതിരാകാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ അലിഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഷിർക്കിനോടുള്ള സന്ധിയില്ലാ സമരവും ഷിർക്കിനോടുള്ള എതിർ നിലപാടും അത് ഇസ്ലാമിൽ ശക്തമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൽ അത് ഊന്നി പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹജ്ജ്, ആ ഹജ്ജ് നിർവഹിക്കുവാനെത്തുന്ന ഇന്നത്തെ ഹാജിമാരിൽ പലരും അവർ ഷിർക്കിൻ്റെ പ്രവൃത്തികൾ നടത്തുന്നവരും ഷിർക്കിൻ്റെ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നവരുമാണ്. അറഫയിൽ, മിനയിൽ, മുസ്ദലിഫയിൽ എന്ന് പറഞ്ഞാൽ എത്ര സങ്കടകരമാണ് വിഷയം. മിന എന്ന് പറഞ്ഞാൽ എന്താ? മിന എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഹാജിമാരുടെ സംഗമഭൂമിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിൻ്റെ വിളനിലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിനയിൽ വെച്ചാണ് ഹാജിമാരെ ദഅവത്ത് നടത്തിയിരുന്നത്. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് ഫഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതക്. റസൂലെ, നിങ്ങൾക്ക് അവതരിക്കപ്പെട്ട ദീൻ നിങ്ങൾ എത്തിക്കുക എന്നുള്ള ആയത്ത് അതിൻ്റെ ഒരു അവതരണം അത് മിനയിൽ വെച്ചാണ് എന്ന് തഫ്സീറുകളിൽ കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, എന്നാൽ ഹാജിമാരുണ്ട് മിനയിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രബോധകനായി അവർക്കിടയിലുണ്ട്. അവിടെ വെച്ചാണ് ഇത് എത്തിക്കാൻ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് എത്തിച്ചു. എങ്ങനെ എത്തിച്ചത്? യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾ വിജയിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു. അവിടെ കൂടിയ ഹാജിമാരിൽ മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുകയും അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിലുള്ളത്. ജാബിർ പറയുകയാണ്, ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഹജ്ജിനെത്തിയാൽ ഒരാൾ പറയും, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾ വിജയിക്കും. അപ്പോൾ മറ്റൊരാൾ ഇത് പുത്തൻവാദിയാണ്, ഇവനെ ഉൾക്കൊള്ളേണ്ട എന്ന് പറഞ്ഞ് പിന്നാലെ ഉണ്ടാകും. ഇസ്ലാം സ്വീകരിച്ചതിന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പുത്തൻവാദിയാണെന്ന് പിന്നാലെ കൂടിയിരുന്നത് തിരുനബിയുടെ പിതൃവ്യൻ അബൂലഹബാണ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മിനയുടെ താഴ്വാരങ്ങളിൽ ഇന്ന് ആളുകൾ ജമറക്കെറിയാൻ പോകുമ്പോൾ ഇർതകബ്തു അലൽ ഖത ഗൈറ ഹസരിൻ വഅദദ് ലാക അഷ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി, അതേപോലെ തന്നെ ഷറഫുൽ അനാം മൗലിദ്, മറ്റു മൗലിദ് ഇതൊക്കെ ചൊല്ലിയിട്ടാണ് പല ആളുകളും ഹജ്ജിന് തന്നെ പോകുന്നത്. ഒരു പ്രകടനം കണക്കെ ഒരാൾ മൈക്ക് എടുത്തിട്ട് മൗലിദ് ഇല്ല, മറ്റൊരു ബാക്കിൽ ചെല്ല, ഇങ്ങനെ പോണ രംഗം വരെ, വേദനാജനകമായ രംഗം വരെ കാണുവാൻ സാധിക്കും. അവിടെ നേർച്ചക്കാരെ വിളിക്കണേ, അവിടെ ശുഹദാക്കളെ വിളിക്കണേ, ദുആ ഇറക്കുന്ന രീതികൾ കാണാൻ സാധിക്കും. എത്ര സങ്കടകരമാണ് വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജ് അത് തൗഹീദിൻ്റെ ഹജ്ജായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചു. ആ കർമ്മങ്ങളെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസ സംസ്കരണം, അതേപോലെ തന്നെ കർമ്മ വിശുദ്ധി, അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇഹ്റാമിൽ പ്രവേശിച്ച റസൂലുള്ളാഹിൻ്റെ ദുആ
അല്ലാഹുമ്മ ഹജ്ജത്തൻ ലാ റിയാ ഫീഹാ വലാ സുമഅ, കേളിയും ലോകമാന്യതയുമില്ലാത്ത ഹജ്ജാക്കണമേ എൻ്റെ ഹജ്ജ് എന്നാണ് റസൂലുള്ളാഹി ദുആ ചെയ്തത്. അപ്പോൾ അത്രയും ഇഖ്ലാസോടുകൂടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് നിർവഹിച്ചത്. അത് നമ്മളെ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കേണ്ടായി. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടത്. കാരണം തിരുനബി ഹജ്ജ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത്. ലിതഖുദു അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി എന്നാണ്. പക്ഷേ പല ഹാജിമാർ ഹജ്ജ് ചെയ്യുമ്പോൾ പല കോലത്തിലും പല രീതിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തു, ബലി നൽകി. തിരുനബി പറഞ്ഞു ഹജ്ജ് എന്ന് പറഞ്ഞാൽ ബലി നൽകലാണ്. അൽ ഹജ്ജു അൽ അജ്ജു വസ്സജ്, രക്തം കുത്തിയൊലിപ്പിക്കലാണ് ഹജ്ജ്. അപ്പോൾ അറവ് ഹജ്ജിൽ മഹത്തായ കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വയദ്കുറു ഇസ്മല്ലാഹ് ഫി അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹുമുല്ലാഹ് മിൻ ബഹീമത്തിൽ അൻആം. അള്ളാഹു നൽകിയ ബലിമൃഗങ്ങളെ അറുത്തുകൊണ്ട് അവർ അള്ളാഹുവിനെ ഏതാനും നാളുകളെ സ്മരിക്കുന്നതിന് വേണ്ടി തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി 100 ഒട്ടകങ്ങൾ കൊണ്ടുവരപ്പെടുകയുണ്ടായി. അതിൽ 63 ഒട്ടകങ്ങളെ റസൂലുള്ളാഹി സ്വന്തം കൈകൊണ്ടാണ് അറുക്കുകയുണ്ടായത്. ബാക്കിയുള്ള ഒട്ടകങ്ങളെ തിരുനബിക്ക് വേണ്ടി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അറുക്കുകയുണ്ടായി. എല്ലാ ഒട്ടകങ്ങളുടെയും അറിവിന് ശേഷം അതിൽ നിന്നുള്ള ഓരോ കഷ്ണങ്ങളെടുത്ത് തിരുനബിക്ക് വേണ്ടി കറി വെക്കുകയും അതിൻ്റെ കറി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കുകയും മാംസത്തിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിക്കുകയും ഉണ്ടായി എന്ന് ഹദീസുകളിൽ സഹിയായി സ്ഥിരപ്പെട്ടത് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് പല ആളുകൾ അവരുടെ ഹജ്ജിൻ്റെ പരസ്യം തന്നെ അറിവില്ലാത്ത ഹജ്ജ് എന്നാണ്. അറിവില്ലാത്ത ഹജ്ജ് എന്ന് പരസ്യം. എന്തിന്? ബലിയെയും അറിവിനെയും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് മഹാസങ്കടകരല്ലേ. യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കർമ്മപരമായ വിഷയം, ഹജ്ജ് 3 ഇനമുണ്ട്. ഇഫ്രാദായിട്ട് ഹജ്ജുണ്ട്, തമത്തുവായിട്ട് ഹജ്ജുണ്ട്, ഖിറാനായിട്ട് ഹജ്ജുണ്ട്. ഇഫ്രാദായ ഹജ്ജ് അനുവദനീയമാണ്, ഖിറാനായ ഹജ്ജ് അനുവദനീയമാണ്, തമത്തു അനുവദനീയമാണ്. പക്ഷേ ഈ 3ൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് തമത്തുവായിട്ടുള്ള ഹജ്ജാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ളവർ തമത്തുവായിട്ടുള്ള ഹജ്ജ് മാത്രമേ ഉള്ളൂ എന്ന് അവർ വാദിച്ചിരുന്നു. പക്ഷേ ആ വാദം അവരുടേത് അത്ര തന്നെ സൂക്ഷ്മമാണെന്ന് പണ്ഡിതന്മാർ വിധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അബൂബക്കർ, ഉമർ എന്നിവർ ഇഫ്രാദായിട്ടുള്ള ഹജ്ജ് ചെയ്യാമെന്ന പക്ഷക്കാരായിരുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജ് ഖിറാനായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു ലമാ സുഖ്തുൽ ഹദി, എനിക്ക് പിന്നീടുണ്ടായ അവസ്ഥ കാലേ കൂട്ടി ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് പിന്നീടുണ്ടായ അവസ്ഥ അത് ഞാൻ കാലേ കൂട്ടി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ ബലിമൃഗത്തെ കൊണ്ടുവരുമായിരുന്നില്ല. പക്ഷെ തിരുനബി ബലിമൃഗത്തെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഖിറാനായ ഹജ്ജാക്കിയത്. അതില്ല എങ്കിൽ റസൂലുള്ളാഹിയും എന്താക്കുമായിരുന്നു? ഹജ്ജ് തമത്തു ആക്കുമായിരുന്നു. തിരുനബിയുടെ കൂടെ ഹജ്ജിന് വന്നവരെല്ലാവരും ഹജ്ജിനാണ് ഇഹ്റാമിൽ പ്രവേശിച്ചത്. പക്ഷെ അവർ തവാഫ് ചെയ്ത് സഫാ മർവക്കിടയിൽ സഅയ് നടത്തിയതിന് പിന്നെ റസൂലുള്ളാഹി അവരോടെല്ലാം മുടിയെടുത്ത് തഹല്ലുലാകാൻ പറഞ്ഞു. എല്ലാവരോടും തഹല്ലുലാകാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും തഹല്ലുലാകുകയുണ്ടായി. എന്നിട്ട് പിന്നെ അവരോട് വീണ്ടും ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ ഹജ്ജൊക്കെ തമത്തുവായി. റസൂലുള്ളാഹി അന്നേരം അവരോട് പറഞ്ഞത്, ഞാൻ എൻ്റെ കൂടെ ബലിമൃഗത്തെ കൊണ്ടുവന്നു, അതുകൊണ്ടാണ് ഞാൻ ഖിറാനാക്കുന്നത്. കാരണം ബലിമൃഗത്തെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞത് എന്താ? വലാ തഹ്ലിഖു റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ലഹു, നിങ്ങൾ തല മുണ്ടനം ചെയ്യരുത് ബലിമൃഗം അതിൻ്റെ സ്ഥാനത്തെത്തുന്നത് വരെ, അഥവാ ദുൽ ഹജ്ജ് 10 ആകുന്നത് വരെ. അതുകൊണ്ട് തന്നെ ബലിമൃഗം കൂടെ കൊണ്ടുവന്നവർ അവർ ഉംറയാക്കാൻ പാടുള്ളതല്ല. അവരെന്താ ചെയ്യേണ്ടത്? അവർ ഖിറാനായിട്ട് ഹജ്ജ് ചെയ്തിട്ട് ദുൽഹജ്ജ് 10-നാണ് മുടിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഖിറാനാക്കിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യാം. വിശിഷ്യ ബലിമൃഗം കൂടെ കൊണ്ടുവന്നവർക്ക് തമത്തുവായിട്ടുള്ള ഹജ്ജാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യാവുന്നതാണ്, അത് അനുവദനീയമാണ്. അന്ത്യനാളിൻ്റെ ആലാമത്തെന്നോണം ഈസ ഇബ്നു മറിയം ഇറങ്ങി വന്നാൽ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നാൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇഹ്റാമിൽ പ്രഖ്യാപിക്കും, ഇഹ്റാമിൽ പ്രവേശിക്കും. ഒന്നുകിൽ ഹജ്ജിന് മാത്രം, അല്ലെങ്കിൽ ഹജ്ജും ഉംറയും ഒന്നിച്ച്, അല്ലെങ്കിൽ ഉംറ നിർവഹിച്ച് പിന്നെ ഹജ്ജ്. ഒന്നുകിൽ ഇഫ്രാദായിട്ട്, അല്ലെങ്കിൽ ഖിറാനായിട്ട്, അല്ലെങ്കിൽ തമത്തു ആയിട്ട്, 3-ാലൊരു നിലയിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തിരുനബിയുടെ ശറഅ അനുസരിച്ചായിരിക്കും ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വിധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ തമത്തു മാത്രമാണ് ഹജ്ജ് എങ്കിൽ ഒരിക്കലും ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നില്ല. അതുകൊണ്ട് 3ഉം അനുവദനീയമാണ്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠം അത് തമത്തു ആയിട്ടുള്ള ഹജ്ജാണ്. പക്ഷേ അറിവില്ലാത്ത ഹജ്ജിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഫ്രാദായിട്ടുള്ള ഹജ്ജാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രചരിപ്പിക്കുകയും അതിനെ ആളുകൾക്കിടയിൽ പറഞ്ഞു പരത്തുകയും അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആളുകളെ ശീലിപ്പിക്കുകയും ചെയ്യുക, അതൊരു വലിയ പുണ്യമായിട്ട് ആളുകൾക്കിടയിൽ
അവതരിപ്പിച്ചുകൊണ്ട് ആളുകളെ ഈ അറിവിൽ നിന്നും ബലിയിൽ നിന്നും പിന്നോട്ട് വലിക്കുക എന്നുള്ളത് അതൊരു തരം ഒരു ശറഈനോടുള്ള തിരുചര്യയോടുള്ള ഒരു ക്രൂരമായ ഏർപ്പാടായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ഹാജിമാരുടെയും ഹജ്ജ് തമത്തുവായ ഹജ്ജാണ്. നാട്ടിൽ നിന്ന് വരുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ. കാരണം നാട്ടിൽ നിന്ന് വരുന്ന ഹാജിമാർ അവർ ഹജ്ജിന് വരുന്നവരാണ്. അവർ മക്കയിൽ വന്ന് ഹജ്ജ് മാസത്തിൽ ഹജ്ജ് ചെയ്യുന്നു. ഹജ്ജ് മാസം എന്ന് പറഞ്ഞാൽ ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ് 10 ഈ മാസങ്ങളിൽ ഹജ്ജ് ഉംറ ചെയ്യുന്നു നാട്ടിൽ നിന്ന് വന്ന്. എന്നിട്ട് അവർ ആ യാത്രയിൽ തന്നെയാണ് അവരുടെ ഹജ്ജ് നിർവഹിക്കുന്നത്. ആ യാത്രയിൽ തന്നെയാണ് അവർ ഹജ്ജ് നിർവഹിക്കുന്നത് എങ്കിൽ അവരുടെ ഹജ്ജ് തമത്തുആണ്. പക്ഷേ ഈ ഹാജിമാരെ അറിവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കൊണ്ടുവരുന്ന ഹജ്ജിൻ്റെ ആളുകൾ അവരെ മദീനയിലേക്ക് കൊണ്ടുപോകും. ഇവരെ അറിവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അറിവ് വലിയൊരു പാതകം എന്നുള്ള നിലക്കാണ്. ഹജ്ജ് ദുൽഹജ്ജ് പറക്കുന്നതോട് കൂടി അല്ലെങ്കിൽ ദുൽഖഅദയുടെ അവസാനത്തിൽ ഇവരെന്ത് ചെയ്യും? മദീനത്ത് കൊണ്ടുപോകും. എന്നിട്ട് മദീനത്ത് കൊണ്ടുപോയിട്ട് മദീനയിൽ നിന്ന് ദുൽഹജ്ജ് 6 അല്ലെങ്കിൽ 7 കൊണ്ടുവരും. അപ്പോൾ മദീനക്കാരുടെ മീക്കാത്തിൽ നിന്ന് ഇവരെ കൊണ്ട് ഹജ്ജിന് മാത്രം ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഇവർ പിന്നെ സൗദികളെ മാതിരി, മദീനക്കാരായിട്ടുള്ള ആളുകളെ മാതിരി അവരെന്ത് ചെയ്യാണ്? നാട്ടിൽ നിന്ന് ഹജ്ജിന് വന്നവരല്ല, പിന്നീട് പോലും മദീനയിൽ നിന്ന് ഹജ്ജിന് വരുന്നത് പോലെ അവർ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് മാത്രം ചെയ്യുകയും അവരെ കൊണ്ട് അറിവില്ലാത്ത ഹജ്ജ് ചെയ്യിപ്പിക്കാനുള്ളതായി ഈ വേലത്തരം. ഇതാണ് പല മുസ്ലിയാക്കന്മാരും ചെയ്യുന്നത്. ഇത് മഹാ അപകടം പിടിച്ച ഏർപ്പാടാണ്. ഈ ഹാജിമാർ ഇത്രയും പണം സമ്പാദിച്ച് ശാരീരികമായി അധ്വാനിച്ച് പലരും വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയ ഈ ഹാജിമാരെ കൊണ്ട് ഈ കൊടും പാപം ചെയ്യിക്കുക, പ്രയാസം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഒരു കുറ്റം അവരുടെ വിഷയത്തിൽ ഈ കൊണ്ടുവരുന്ന ആളുകൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സമാധാനം പറയേണ്ട മസലയും വിഷയവുമാണ് എന്ന് മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പഠിപ്പിച്ചോ അത് പഠിച്ച് അത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഹജ്ജാണ് നിർവഹിക്കേണ്ടത്. അത് തവാഫിൽ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ, ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം തവാഫ് ചെയ്യുമ്പോൾ, സഫ മർവക്കിടയിൽ സഈ നടത്തുമ്പോൾ, അതേപോലെ തന്നെ മുടിയെടുക്കുമ്പോൾ, അറഫയിൽ നിൽക്കുമ്പോൾ, മുസ്ദലിഫയിൽ രാപ്പാർക്കുമ്പോൾ, ജംറത്തുൽ അഖബ എറിയുമ്പോൾ, മിനയുടെ രാവുകളിൽ മിനയിൽ രാപ്പാർക്കുമ്പോൾ, മിനയുടെ പകലുകളിൽ ജംറകളിൽ 3 ജംറയിലും, ആദ്യത്തെ ജംറത്തുൽ സുഗ്റ, പിന്നെ ജംറത്തുൽ വുസ്ത, പിന്നെ ജംറത്തുൽ അഖബ, ഈ 3 ജംറകളിലും എറിയുമ്പോൾ, അതേപോലെ ഹജ്ജിൻ്റെ തവാഫ് നിർവഹിക്കുമ്പോൾ, ഹജ്ജിൻ്റെ സഈ നിർവഹിക്കുമ്പോൾ, വടവാങ്ങൽ തവാഫായ തവാഫുൽ വദാ നിർവഹിക്കുമ്പോൾ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ മാതൃക കാണിച്ചു ആ മാതൃകക്കനുസരിച്ചായിരിക്കണം ഹജ്ജ് കർമ്മങ്ങളെ നമ്മൾ നിർവഹിക്കേണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് നമുക്ക് അമലെടുക്കുവാനുള്ള അടിസ്ഥാനം. ഇഖ്ലാസോടുകൂടി റസൂലുള്ളാഹിൻ്റെ സുന്നത്തനുസരിച്ച് നമ്മൾ അമലെടുക്കുമ്പോഴാണ് നമ്മുടെ അമലുകൾ ഖബൂലാക്കപ്പെടുക. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മളുടെ കൽപ്പനയില്ലാത്തൊരു പ്രവൃത്തി വല്ലവരും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും അത് സുന്നത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഹാജിമാർ ശ്രമിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, അന്യാചാരങ്ങളിൽ നിന്ന് മുക്തമായ ഹജ്ജ് നിർവഹിക്കുവാൻ ഓരോരുത്തരും പണിയെടുക്കുകയും അതേപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യണം. മബ്രൂറായ ഹജ്ജിനാണ് സ്വർഗം പ്രതിഫലമായി പറഞ്ഞിട്ടുള്ളത്. വൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യം നിറഞ്ഞ മബ്രൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നുള്ളതാണ്. അതാണ് റസൂലുള്ളാഹി നിർവഹിച്ചതായ ഹജ്ജ്. വൽ ഹജ്ജ് യഹ്ദിമു മാ ഖബ്ലഹു. ഹജ്ജ് അതിനു മുമ്പുള്ള കർമ്മങ്ങളെ പൊളിച്ചു കളയുമെന്നാണ്. അതായത് തെറ്റുകുറ്റങ്ങളെ തകർത്ത് കളയും, പൊളിച്ചു കളയുമെന്നാണ്. അപ്പോൾ പാപങ്ങളെ പൊളിക്കുന്ന ഹജ്ജ് ആകണമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഹജ്ജ് ആകേണ്ടതുണ്ട്. മൻ ഹജ്ജൽ ബൈത്ത് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. തെറ്റുകൾ പറയാതെ, തെറ്റുകൾ പ്രവർത്തിക്കാതെ വല്ലവനും ഹജ്ജ് ചെയ്താൽ അവൻ അന്നുമ്മ പ്രസവിച്ച നാളിലെ കുഞ്ഞിനെ പോലെ ഹജ്ജിൽ നിന്ന് മടങ്ങി വരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അങ്ങനെ പാപസുരക്ഷിതരായിട്ട് മടങ്ങണമെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതുപോലുള്ളതായ ഹജ്ജ് നിർവഹിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത്, ഉപദേശിക്കുവാനുള്ളത്. ഏതാനും സമയം ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത്
ചോദിക്കുവാനാണ്. അറിവിൽപ്പെട്ട കാര്യങ്ങളോട് ഇൻഷാ അല്ലാഹ് പ്രതികരിക്കും. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹോദരൻ്റെ ചോദ്യം തക്ബീറുമായി ബന്ധപ്പെട്ടതാണ്. പണ്ഡിതന്മാർ പെരുന്നാളിനോടനുബന്ധിച്ച് രണ്ട് വിധം തക്ബീറിനെ കുറിച്ച് പറയാറുണ്ട്. ഒന്ന് തക്ബീർ മുത്തലഖ്, മറ്റൊന്ന് തക്ബീർ മുഖയ്യദ്. തക്ബീർ മുത്തലഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ദുൽഹജ്ജ് 1 മുതൽ നിർവഹിക്കേണ്ടതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തക്ബീരി വത്തഹ്ലീലി വത്തഹ്മീദ്. നിങ്ങൾ ഈ ദുൽഹജ്ജ് 10 നിങ്ങൾ തക്ബീറും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. അത് ഒരു മുത്തലക്കായിട്ട് പൊതുവായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഫർദ് നിസ്കാരത്തിൻ്റെ ഒടുവിൽ എന്നൊരു ഖൈദ് അതിനില്ല. അങ്ങനെ തക്ബീർ ചെല്ലുന്നതിനാണ് അത് എപ്പോഴും ഫർദ് നിസ്കാരത്തിന് ഒടുവിലായാലും ഇടയിലല്ല സഫർ നമസ്കാരങ്ങൾക്കിടയിലായാലും അല്ലെങ്കിൽ അങ്ങാടിയിലൂടെ നടക്കുമ്പോഴായാലും ഒക്കെ എന്ത് ചെയ്യുക, ആ തക്ബീർ ചെല്ല. അങ്ങനെയുള്ള ഇതിനെയാണ് പണ്ഡിതന്മാർ തക്ബീറുൽ മുത്തലഖ് എന്ന് പറയുന്നത്. എന്നാൽ മുഖയ്യദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫർദ് നമസ്കാരത്തിൻ്റെ ഒടുവിൽ നിർവഹിക്കുന്നതായ തക്ബീർ. അതായത് എല്ലാ ഫർദ് നിസ്കാരത്തിൻ്റെയും ഒടുവിൽ ഇപ്പോൾ വലിയ പെരുന്നാളിനാണെങ്കിൽ പെരുന്നാൾ സുദിനം മുതൽ അയ്യാമു തശ്രീക്കിൻ്റെ അവസാനം വരെയുള്ള നാളുകളിൽ നിർവഹിക്കുന്നതായ ഫർദ് നിസ്കാരത്തിന് ശേഷം നിർവഹിക്കുന്നതായ തക്ബീറാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് മുത്തലഖും മുഖയ്യദും തമ്മിലുള്ള വ്യത്യാസം. മുഖയ്യദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫർദ് നമസ്കാരത്തിൻ്റെ ഒടുവിലാണ്. മുത്തലഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊതുവിൽ. ഉദാഹരണത്തിന് ദുൽഹജ്ജ് 1 മുതൽ അയ്യാമു തശ്രീക്കിൻ്റെ അവസാനം വരെയുള്ള നാളുകൾ വരെയുള്ള ഇതായ തക്ബീർ. തക്ബീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലഫ്ദുകൾ സഹാബികളിൽ നിന്ന് വന്നതായ അസറുകളാണ് അതിലുള്ളത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ വ അജൽ, അല്ലാഹു അക്ബർ അലാ മാ ഹദാന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തക്ബീർ അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കബീറ, അങ്ങനെ തക്ബീർ വന്നിട്ടുണ്ട്. അത് സഹാബികളിൽ നിന്നുള്ള അസറാണ്. ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ ഇത്തരം സഹാബികളിൽ നിന്ന് വന്നതായ ഈ അസറുകൾ അതാണ് തക്ബീറിന് നമ്മൾ തക്ബീർ ചൊല്ലുവാനുള്ള ലഫ്ദുകളായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി എന്ന രീതിയിലുള്ള തക്ബീറുകളുടെ ലഫ്ദ് വന്നിട്ടില്ല. ഇബ്നു മസ്ഊദ്, സൽമാൻ അൽ ഫാരിസി, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തുടങ്ങിയ സഹാബികളിൽ നിന്നാണ് ഈ തക്ബീറിൻ്റെ ലഫ്ദുകൾ വന്നിട്ടുള്ളത്. അതിൽ ഇബ്നു മസ്ഊദിൽ നിന്നുള്ള തക്ബീറിൻ്റെ ലഫ്ദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മനസ്സിലായില്ലേ? ഇത് സഹാബികൾ മറ്റു ചിലരിലേക്ക് കൂടി ചേർക്കപ്പെടുന്നുണ്ട്. ഉമർ, അലി എന്നിവരൊക്കെ ഈ തക്ബീർ ചൊല്ലിയതായിട്ട് ഉണർത്തിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം. സഹോദരൻ്റെ ചോദ്യം അറഫൻ്റെ ചരിത്രമാണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന് തുടങ്ങാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ ഖസ്ദ് എന്നാണ്, ഉദ്ദേശം എന്നാണ്. അതിൻ്റെ നിർവചനമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് കഅബയെയും അതേപോലെ തന്നെ മശായിറുകളെയും ഹജ്ജ് നിർവഹിക്കുവാനുള്ളതായ സ്ഥലങ്ങളെയും ഒരാൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുവാൻ വേണ്ടിയിട്ട്, ചില പ്രത്യേക ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ട് സന്ദർശിക്കുക എന്നുള്ളതാണ്. ഇവിടെ മഷ്അർ എന്ന് പറഞ്ഞാൽ മഷ്അർ അൽ ഹറാമും ഉണ്ട്, മഷ്അറുൽ ഹലാലും ഉണ്ട്. ഹജ്ജ് കഅബയെയും മഷ്അറുകളെയും, മഷ്അറുകൾ എന്ന് പറഞ്ഞാൽ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ളതായ അള്ളാഹു നിശ്ചയിച്ചതായ സ്ഥലങ്ങൾ, പ്രത്യേക സ്ഥലങ്ങൾ. അത് 2 നിലക്കുണ്ട്.
ഒന്ന് മഷ്അറുൽ ഹറാമും ഉണ്ട്, മഷ്അറുൽ ഹലാലും ഉണ്ട്. മഷ്അറുൽ ഹറാം എന്ന് പറഞ്ഞാൽ ഹറമുകളാണ്. അതാണ് കഅബ, അതിൻ്റെ പരിസരം, മസ്ജിദുൽ ഹറാം. പിന്നെ മിന, മുസ്ദലിഫ. മിനയും മുസ്ദലിഫയും മഷ്അറുൽ ഹറാമാണ്. അതേപോലെ മഷ്അറുൽ ഹലാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹറമിന് പുറത്തുള്ള സ്ഥലം. കഅബയുടെ പരിസരത്ത് നിന്ന് 15 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തേക്ക്, അവിടെയാണ് മിനയും മുസ്ദലിഫയൊക്കെ ഉള്ളത്. 15 കിലോമീറ്റർ ദൂരം ഹറമാണ്. അങ്ങനെ നമ്മൾ അറഫയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയാണ് വാദി ഓറന അല്ലെങ്കിൽ വാദി നമീറ എന്ന് പറയും. ആ താഴ്വാരം വരെയുള്ള സ്ഥലം അത് ഹറമാണ്. അത് കഴിഞ്ഞാൽ പിന്നെയാണ് അറഫ. ഈ അറഫ മഷ്അറുൽ ഹലാലാണ്, ഹറമല്ല, ഹറമിന് പുറത്താണ്. ഹജ്ജ് ഷറആക്കിയ സ്ഥലം ഹറമിൽപ്പെട്ട സ്ഥലമുണ്ട്, ഹറമിന് പുറത്തുള്ള സ്ഥലമുണ്ട്. അഥവാ അറഫയുണ്ട്, അതേപോലെ തന്നെ മുസ്ദലിഫ, മിന പോലുള്ളതായ ഹറമിൽപ്പെട്ട സ്ഥലമുണ്ട്. ഈ രണ്ട് സ്ഥലത്തും അഥവാ അറഫയിൽ നിൽക്കണം, നിശ്ചയിക്കപ്പെട്ട സ്ഥലം, സമയം. അതേപോലെ തന്നെ പിന്നെ മുസ്ദലിഫയിൽ രാപ്പാർക്കണം, മിനയിലും രാപ്പാർക്കണം, അവിടെയുള്ള ജംറകളിൽ എറിയുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിച്ചെന്ന നിലക്ക്. അറഫയെ സംബന്ധിച്ചിടത്തോളം അറഫക്ക് അറഫ എന്ന് പേര് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലെ ചില റിവായത്തുകൾ കാണാൻ സാധിക്കും. അവിടെ വെച്ചാണ് ആദമും ഹവ്വയും കണ്ടുമുട്ടിയതെന്നും അതല്ലെങ്കിൽ പിന്നെ വേറെ പല റിവായത്തുകളും അതിനെക്കുറിച്ചുണ്ട്. അതൊന്നും എന്തല്ല, പിന്നെ ചരിത്ര റിപ്പോർട്ടുകൾ മാത്രമാണ്. പിന്നെ സഹിയായ ആ വിഷയത്തിൽ അങ്ങനെ ആ പേര് വന്ന ഇന്ന ഒരു റിപ്പോർട്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചില്ല അറഫിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അറഫയുടെ ചരിത്രത്തിൽ നമുക്കുള്ളത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? അറഫയിൽ നിന്ന്. ഹജ്ജിന് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ നിന്ന്. എങ്ങനെ നിന്നത്? ഉച്ചവരെ റസൂലുള്ള വാദി നമിറയിൽ ഒരു ടെൻറ്റിൽ നിന്ന്. ഉച്ച തെറ്റിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അറഫയിലേക്ക് കയറി ദുഹറും അസറും ജമ്മുവും കസറാക്കി നിസ്കരിച്ചു. എന്നിട്ട് തിരുനബിയുടെ ഖുത്ബ നിർവഹിച്ചതിന് ശേഷം തിരുനബി തൻ്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അറഫയുടെ ഉള്ളിലേക്ക് പോയിട്ട് അറഫയിലൊരു കുന്നുണ്ട്. ആ കുന്ന് ഇന്ന് ജബലു റഹ്മ എന്ന പേരിൽ അറിയപ്പെടും. അതിന് ചരിത്രത്തിൽ ജബലു അലാൽ അല്ലെങ്കിൽ ജബലു ഇലാൽ എന്നാണ് പേര്. ആ ജബലു അലാലിൻ്റെ അല്ലെങ്കിൽ ജബലു ഇലാലിൻ്റെ പിന്നിൽ പോയിട്ട് റസൂലുള്ള നിന്ന്. എന്നിട്ട് കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ്, ഒട്ടകപ്പുറത്താണ് റസൂലുള്ള ഇരിക്കുന്നത്, എന്നിട്ട് കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ്. റസൂലുള്ള ആ കുന്ന് കയറിയിട്ടില്ല, ജബലുർ റഹ്മ എന്ന കുന്ന് കയറിയിട്ടില്ല. എന്നിട്ട് റസൂലുള്ള ആ കുന്നിൻ്റെ അപ്പുറത്ത് പോയി എന്നിട്ട് കഅബയിലേക്ക് തിരിഞ്ഞിട്ട് റസൂലുള്ള ദീർഘനേരം ദുആ ഇരക്കുകയാണ് ചെയ്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഖഫ്തു ഹാഹുന, ഞാനിവിടെ നിന്നു, വഅറഫത്തു കുല്ലുഹാ മൗഖിഫ്, അറഫ മുഴുവൻ നിൽക്കാനുള്ള സ്ഥലമാണ്. ആ അറഫയിൽ വെച്ചിട്ടുള്ള ദുആയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ. പിശാച് ഏറ്റവും നിന്യനും എളിയവനുമായി കാണപ്പെട്ടത് അറഫയുടെ നാളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ ഹാജിമാരോട് അടുത്ത് വരികയും അവരെ നോക്കി ഊറ്റം പറയുകയും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് അഭിമാനത്തിൽ പറയുകയും ചെയ്യും എന്നാണ്. ഹാജിമാരെ പുകഴ്ത്തി അതൗനി ശുഅ്സൻ ഗുബ്റ, പൊടി പുരണ്ട ശരീരവും ജടകുത്തിയ മുടിയുമായി അവരെൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്നൊക്കെ അള്ളാഹു ഊറ്റം പറയുമെന്നാണ് ഹാജിമാരെ നോക്കിയിട്ട്. ഏതായാലും അറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൻ്റെ ഒരു റുക്നായിട്ട് പഠിപ്പിച്ച്, അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞ്. ഇത് പഠിപ്പിക്കാൻ കാരണവും ഒരു ഹാജി അറഫയിൽ നിന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജില്ല. എന്തുകൊണ്ട്? മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശപ്രകാരമാണ് ഹജ്ജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നവർ അവരെന്ത് ചെയ്ത് ഇബ്രാഹിം നബി പഠിപ്പിച്ച ആദർശത്തിൽ പല മാറ്റങ്ങളും വരുത്തി. അതിൽപ്പെട്ട ഒരു മാറ്റമായിരുന്നു എന്ത്? അവർ അറഫയിൽ നിൽക്കുമായിരുന്നില്ല. അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഹറം നിവാസികളാണ്. അവർക്ക് പേര് ഹുംസ് എന്നായിരുന്നു. ഹുംസ് എന്നാണ് ഹറം നിവാസികൾ. അതുകൊണ്ട് ഹറം നിവാസികൾ ഒരിക്കലും ഹറം വിട്ടു പോകില്ല. അറഫ ഹറമിന് പുറത്താണ്, അതുകൊണ്ട് ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? മുസ്ദലിഫയിൽ നിൽക്കും, മിനയിൽ നിൽക്കും, അറഫയിൽ പോകുമായിരുന്നില്ല. വിദേശികളായ ഹാജിമാരായിരുന്നു അറഫയിൽ പോയിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുശ്രിക്കുകളോട് എതിരാകാൻ അറഫയിൽ നിൽക്കൽ റുക്കിനാക്കി നിശ്ചയിക്കുകയാണ്. അറഫയിൽ നിൽക്കാത്തവർക്ക് എന്തില്ല? ഹജ്ജില്ല എന്നുള്ളത്. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. പിന്നെ അറഫയുമായി ബന്ധപ്പെട്ട അതിലുള്ള താഴ്വാരങ്ങൾ, അതേപോലെ തന്നെ അതിലുള്ള മലഞ്ചെരിവുകൾ, അതിലുള്ള പിന്നെ നിമ്ന മേഖലകൾ, അതുമായൊക്കെ ബന്ധപ്പെട്ട് പല ചരിത്രങ്ങളും പലതും പിന്നെ ചരിത്രത്തിൽ സംഭവിച്ചതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ മശായിറുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ താരീഖ് മക്കൽ മുഖറമ എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥം ഞാൻ ഓർക്കുന്നുണ്ട് വായിച്ചത്. പിന്നെ ഇത്തരം സ്ഥലങ്ങളിലുള്ള കുറേ ചരിത്രങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പിന്നെ നമ്മളുടെ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഭാഗം ആണ് ഇവിടെ
ഞാൻ പിന്നെ മനസ്സിലാക്കിയത്, ഞാൻ ഉണർത്തിയത്. അല്ലാഹു തആല ആലം. എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, അയ്യാമു തശ്രീഖിന്റെ 10 ദിനങ്ങൾ, ഈ ദിനങ്ങളിൽ സാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ നോമ്പ് പിടിക്കുന്നത് വലിയ പുണ്യമായി ചില പണ്ഡിതന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേപ്പറ്റി എന്താണ്, അതിന് കൃത്യമായി എന്താണ് ഒരു തെളിവ് നമുക്ക് ഉദ്ധരിക്കാനുള്ളത്? അല്ല എങ്കിൽ അതുപോലെ അതിന് ആ നോമ്പിന് എന്തെങ്കിലും പ്രത്യേക കൂലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ നിയ്യത്തുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മേക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പറയട്ടെ അല്ലേ? സഹോദരന്റെ ചോദ്യം, ഈ അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് ആദ്യ 10 അല്ല. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളാണ്. പക്ഷെ ഇവിടെ പിന്നെ അത് പറഞ്ഞപ്പോൾ പിന്നെ ഇത് വാക്കിൽ ഇത് വന്നു പോയതാണ്. പിന്നെ ദുൽഹജ്ജ് 10 ദിവസങ്ങൾ, അതാണ് അഷ്റുൽ അവൽ, ദുൽഹജ്ജിൻ്റെ ആദ്യ 10 ദിവസങ്ങൾ. ഈ 10 ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ നാളുകളാണ്. അതിൽ സൽപ്രവൃത്തികൾ അല്ലാഹുവിന് ഏറെ ഇഷ്ടവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാമിൻ അയ്യാമിൻ അഅ്ദമു ഇൻദല്ലാഹ് വല അഹബ്ബ ഇലൈഹി മിനൽ അമൽ ഫീഹിൻ മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷ്ർ. ഈ 10 നാളുകളേക്കാൾ അള്ളാഹുവിങ്കൽ മഹത്തരവും അമലുകൾ ഏറെ ഇഷ്ടകരവുമായി മറ്റൊരു നാളും ഇല്ല എന്നാണ്. അപ്പോൾ ശ്രേഷ്ഠകർമ്മങ്ങൾക്ക് ഏറെ പിന്നെ പുണ്യമുള്ള നാളുകളാണ് ഈ നാളുകൾ. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷർ, അങ്ങനെ റിവായത്തുണ്ട്. എന്നായാലും ശ്രേഷ്ഠകർമ്മങ്ങൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാളുകളാണ് ഈ നാളുകൾ. ചില റിവായത്തുകളിൽ നിങ്ങൾ അതിൽ തക്ബീറും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കുക എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ഈ 10 നാളുകളിൽ യൗമുൻ നഹർ, ദുൽഹജ്ജ് 10നെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ദിവസമാണ്. അന്ന് നോമ്പെടുക്കൽ ഹറാമാണ്, പാടില്ല, നോമ്പെടുക്കാൻ പാടുള്ളതല്ല. അതിന് പ്രത്യേകം വേറെ നെസ് തന്നെ വന്നിട്ടുണ്ട്, തെളിവ് വന്നിട്ടുണ്ട്. പെരുന്നാൾ ദിവസങ്ങൾ നമുക്ക് നോമ്പെടുക്കാൻ പാടില്ല എന്നറിയിക്കുന്ന തെളിവുണ്ട്. എന്നാൽ അതല്ലാത്ത 10 ദിവസങ്ങൾ, അതിൽ ദുൽഹജ്ജ് 9 യൗമു അറഫ, യൗമുൽ വുഖൂഫ്, അറഫ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം അതിനും പ്രത്യേക തെളിവ് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുൽഹജ്ജ് 9-ന് കാന യസൂമു 9 ദുൽഹിജ്ജ, ദുൽഹജ്ജ് 9 തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സന അൽ ഖാബില വൽ മാദിയ, അല്ലെങ്കിൽ മാദിയ വൽ ഖാബില, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ, ചെറുപാപങ്ങൾ അതിനാൽ പൊറുക്കപ്പെടും എന്ന് ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അറഫ ദിവസത്തെ നോമ്പും ഹാജിമാരല്ലാത്ത സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് സുന്നത്താണ്, അതിന് തെളിവ് പ്രത്യേകം വന്നിട്ടുണ്ട്. എന്നാൽ ദുൽഹജ്ജ് 1 മുതൽ 8 വരെ നോമ്പെടുക്കുന്നതിന് പ്രത്യേകം തെളിവുണ്ടോ? അതിന് തെളിവെടുക്കാമെന്ന് പറയുന്നവരുടെ പക്ഷം എന്താണ്? അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് 2 റിവായത്തുകളുണ്ട്, ഇമാം മുസ്ലിമിൻ്റേത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ദുൽഹജ്ജ് 10-ൽ നോമ്പെടുത്തിട്ടേ ഇല്ല എന്നറിയിക്കുന്ന റിവായത്തുകളാണ്. മാ സാമ ഫിൽ അശ്രി ഖത്ത്, തീരെ നോമ്പെടുത്തിട്ടില്ല എന്നറിയിക്കുന്നതായ റിവായത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വന്നിട്ടുണ്ട്. അത് സഹീഹാണ്, സഹീഹ് മുസ്ലിമിൽ വന്ന റിവായത്താണ്. ദുൽഹജ്ജ് 10-ൽ തിരുനബി നോമ്പെടുത്തിട്ടില്ല എന്നറിയിക്കുന്നതായ റിവായത്ത്. എന്നാൽ പൂർവികരിൽ പലരും, വിശേഷിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനിയെ പോലുള്ളതായ പണ്ഡിതന്മാർ, ഇമാം നവവിയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറയുന്നത് പിന്നെ ദുൽഹജ്ജ് 10-ൽ ആ ആദ്യത്തെ 9 ദിവസം നോമ്പെടുക്കൽ പ്രതിഫലാർഹമാണ് എന്നാണ്. അതിനവർ പറയുന്ന കൂട്ടിന് പിടിക്കുന്ന തെളിവ് ഈ ഹദീസാണ്. മാമിൻ അയ്യാമിൻ അൽ അമൽ സാലിഹു ഫീഹി ഇന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹദീൽ അയ്യാം, അതായത് അമൽ സാലി സൽ പ്രവർത്തികൾ അള്ളാഹ്ക്ക് ഈ നാളുകളിൽ ഏറ്റവും ഇഷ്ടകരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാളുകളിൽ അള്ളാഹ്ക്ക് സൽപ്രവർത്തികൾ ഏറെ ഇഷ്ടകരമാണ് എന്ന് പറഞ്ഞപ്പോൾ സൽപ്രവർത്തികളിൽപ്പെട്ട ഒരു പ്രവൃത്തിയാണ് എന്ത്? നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, പ്രവാചകരെ, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഒരു സൽപ്രവൃത്തി അറിയിച്ചു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താണ്? അലൈക ബിസ്സിയാം ഫഇന്നഹു ലാ മിസ്ല ലഹ്, പിന്നെ നീ നോമ്പ് പിടിച്ചോ, നോമ്പിന് തുല്യമായത് മറ്റൊന്നില്ല എന്നാണ്. അപ്പോൾ സൽപ്രവൃത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് എന്ത്? നോമ്പ്. അതുകൊണ്ട് തന്നെ സൽപ്രവൃത്തികൾ ഈ 9 നാളുകളിൽ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടകരമാണ് എന്ന് പറയുമ്പോൾ ഒരാൾ ആ വജിഹിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ അതാകാം.
അങ്ങനെ നോമ്പ് പിടിക്കാം. ഇതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ തന്നെ അൽ ഹാഫിദ് ബിൻ ഹജർ ഫത്ഹുൽ ബാരിയിൽ, ഇമാം ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നവവി തുടങ്ങി ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെയൊക്കെ പക്ഷം അങ്ങനെയാണ്. അവർ പറഞ്ഞത് ഈ ആമായ തെളിവ് നോമ്പെടുക്കാം എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ സൽപ്രവൃത്തിയാണ് നോമ്പ്. ആ നിലക്ക് നമ്മൾ നോമ്പെടുക്കുന്നവർ നോമ്പെടുക്കുന്നു. ഇനിയിപ്പോൾ ആ മുഴുവൻ നാളുകൾ നോമ്പെടുത്തിട്ടില്ല എങ്കിലും ഏതാനും നാളുകൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിയ്യത്ത് എന്താണ്? സൽപ്രവൃത്തി അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടകരമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നോമ്പെടുക്കുന്നു എന്ന് നിയ്യത്ത് കരുതുക. ഇതാണ് ഇവിടെ ഒരു ഇഷ്കാല്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് തിരുനബി നോമ്പെടുത്തിട്ടേ ഇല്ല എന്നാണ്, തീരെ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ ഉണർത്തിയത് ഞാൻ വായിച്ചത് ഓർക്കുന്നത്, ഇമാം നവവി പറഞ്ഞത്, ഒന്നുകിൽ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില പ്രത്യേക സാഹചര്യത്തിൽ നോമ്പ് ഉപേക്ഷിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. രോഗം കാരണത്താലോ സഫർ യാത്ര കാരണത്താലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാത്തതിനെ കുറിച്ചായിരിക്കാം അത് പറഞ്ഞത്. അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തത് ആയിഷ റളിയല്ലാഹു തആല അറിഞ്ഞിട്ടില്ലായിരിക്കാം. ഒന്നുകിൽ അവർ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തിരുനബി യാത്ര കാരണത്താലോ അസുഖം കാരണത്താലോ നോമ്പ് ഉപേക്ഷിച്ചതിനെ കുറിച്ചാണ് ആയിഷ റളിയല്ലാഹു തആല പരാമർശിച്ചത് എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതേപോലെ തന്നെ ഇമാം ഇബ്നു ഹജറും പിന്നെ ഫത്ഹുൽ ബാരിയിൽ ആയിഷ റളിയല്ലാഹു തആല ഈ പറഞ്ഞതിനോട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം അവരത് പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോമ്പ് പിന്നെ അവരറിഞ്ഞിട്ടില്ല എന്ന രീതിയിലായിരിക്കാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇബ്നു ഹജറിൻ്റെയും പ്രതികരണം. ഏതായാലും പിന്നെ ആയിഷ റളിയല്ലാഹു തആല നോമ്പെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ റിവായത്തുകൾക്ക് പണ്ഡിതന്മാർ നൽകുന്ന മറുപടി വജ്ഹതാണ്. ഒന്നുകിൽ തിരുനബി രോഗം കാരണത്താൽ അല്ലെങ്കിൽ യാത്ര കാരണത്താൽ നോമ്പ് ഉപേക്ഷിച്ചതിനെയാണ് ആയിഷ റളിയല്ലാഹു തആല അവിടെ പരാമർശിക്കുന്നത്. എന്നാൽ പിന്നെ ഇവിടെ ദുൽഹജ്ജ് 9 നോമ്പെടുക്കുക എന്നുള്ളത് വന്നതാണല്ലോ, അത് പ്രബലമായ റിപ്പോർട്ടുകളുള്ളതുമാണ്. എന്നാൽ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത് ആ 10 തിരുനബി നോമ്പെടുത്തിട്ടേ ഇല്ല എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ പണ്ഡിതന്മാരതിന് മറുപടി നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു റിവായത്ത്, ഇപ്പോൾ ഈ ഖാലിദ് ഇബ്നു ഹുനൈദയിൽ നിന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന പിന്നെ അബൂദാവൂദിന്റെ റിവായത്തിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദുൽഹിജ്ജ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജ 9 നോമ്പെടുക്കുമായിരുന്നു എന്നാണ്. അവിടെ ദുൽഹജ്ജ് 9 നോമ്പെടുക്കുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മാന. ചിലരത് 9 ദുൽഹജ്ജ് 9 മുഴുവൻ എന്ന രീതിയിൽ പറയാറുണ്ട്. പക്ഷെ അവിടെ ദുൽഹജ്ജ് 9-നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ആ നോമ്പിന് അറഫ ദിവസം ആ നോമ്പിന് പ്രത്യേകത ഉണ്ട്. കാരണം ആ പ്രയോഗം അറിയിക്കുന്നത് ദുൽഹജ്ജ് 9 എന്നാണ്. എന്നാൽ ഇമാം നസായിയുടെ റിവായത്തിലുള്ളത് കാന യസൂമു 9 മിൻ ദുൽഹിജ്ജ എന്നാണ്. ദുൽഹിജ്ജയിൽ നിന്ന് 9 എണ്ണത്തെ എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു പ്രയോഗമാണത്. 9 മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിൽ നിന്നുള്ള 9 എണ്ണത്തെ എന്നറിയിക്കുന്ന ഒരു പ്രയോഗമാണ് ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്തിലുള്ളത് പിന്നെ സുനനിൽ. അതുകൊണ്ട് പിന്നെ ഏതായാലും പിന്നെ 9 മിൻ ദുൽഹിജ്ജ എന്ന് പറയുന്ന റിവായത്തിനെ ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഖാലിദ് ഇബ്നു ഹുനൈദയിൽ നിന്നുള്ള റിവായത്തും പണ്ഡിതന്മാരെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഖാലിദ് ഇബ്നു ഹുനൈദയുടെ റിവായത്തിന് അത് ദുൽഹജ്ജ് 9 എന്നുള്ള പണ്ഡിതന്മാരുടെ ആ തൗജീഹാണ് അത് ഏറ്റവും ശരിയോടടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു ആലം. ഇനി എന്തായാലും 1 മുതൽ 9 വരെ ഒരാൾ നോമ്പെടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ 1 മുതൽ 8 വരെയുള്ള നോമ്പുകളിൽ ഏതെങ്കിലും നോമ്പുകൾ ആളുകൾ ഒരു പുണ്യം എന്നുള്ള നിലക്ക് അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അതിനൊരു വജിഹുണ്ട്. അതെന്താണ്? സഹിയായി ഹദീസുകളാണ്. കാരണം എന്താ? റസൂലുള്ളാഹി പറഞ്ഞത് സൽപ്രവൃത്തികൾ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടകരമായ നാളുകളാണ് ഈ നാളുകൾ. സൽപ്രവൃത്തികളിൽ ഒരു സൽപ്രവൃത്തിയാണ്, മഹത്തായ പ്രവൃത്തിയാണ് നോമ്പെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നെ പുണ്യകർമ്മമല്ലെന്നോ അല്ലെങ്കിൽ മുൻ മാതൃകയില്ലാത്തൊരു പ്രവൃത്തിയാണെന്നോ ഒന്നും വിധിക്കാൻ പറ്റൂല. പിന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ തന്നെ അതൊരു പ്രതിഫലാർഹമായ മഹത്തായ പ്രവൃത്തി കർമ്മമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാഹു തആല ആലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷേഖിനോട് ഞങ്ങൾക്ക് പിന്നെ ചോദിക്കാനുള്ളത്, ഒന്നാമത്തേത് പിന്നെ ഈ അറിവ് ചെയ്യുന്നവർ
അവർ ഹജ്ജും ചെയ്യുന്നെന്ന് വെക്കാം. അപ്പൊ അയാള് എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് പിന്നെ ഇതൊക്കെ മുടിയൊക്കെ എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഹാജിമാർക്ക് ഇതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദിക്കാനുള്ളത്. രണ്ടാമത്തേത്, നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാര് പിന്നെ ജിദ്ദയിൽ വന്ന് ഇറങ്ങുന്നത് പിന്നെ മീഖാത്തില് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പിന്നെ ഈ നാട്ടിൽ നിന്ന് പിന്നെ അവിടെ ഡ്രസ്സൊക്കെ പിന്നെ റെഡിയായിട്ട് അവർ വരുന്നതാണ്. അപ്പൊ അവര് പിന്നെ ഈ മീഖാത്തിലോട് പിന്നെ അതിൽ പോകുമ്പോ എന്താണ് ആ നിയ്യത്തിന്റെ അല്ലെങ്കിൽ ആ ദുഖൂൽ ഇഹ്റാമിന്റെ ഹുക്കം എന്താണ്? കാരണം ഞാനൊന്ന് പിന്നെ അവിടെ നിന്ന് തന്നെ തൽബിയ ചെല്ലിട്ടാണ് വരുന്നത്. മംഗളൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് തന്നെ അവർ തൽബിയ ചെല്ലിട്ടാണ് വരുന്നത്. അപ്പോ അവർ ഇഹ്റാമൊക്കെ റെഡിയായിട്ട് ആണുങ്ങൾ ഈ 2 പീസ് തുണിയും പിന്നെ റെഡിയായിട്ട്, പക്ഷെ അവര് ഇതില് മീഖാത്ത് കടക്കുന്ന ആ സമയത്ത് ഇവര് അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തനോ അല്ലെങ്കിൽ ഹജ്ജനെന്നോ ഇങ്ങനെ പറയാതെ തൽബിയായിട്ട് അവർ വന്ന് ഇറങ്ങാണ്. അപ്പൊ ആ വിഷയത്തില് എന്താണ്? പിന്നെ രണ്ടാമത്തത്, ഒരാള് സാധാരണ ഡ്രസ്സ് പാന്റും ഷർട്ടായിട്ട് അറിഞ്ഞിട്ട് തന്നെ മക്കയിൽ എത്തിന്ന് വെക്കുക. അയാൾ ഉംറയോ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അയാൾക്ക് അതിനു വേണ്ടി പോവാണ്. പക്ഷെ അയാൾക്ക് അറിയും ഇത് റുക്നാണ് ഹജ്ജില് പിന്നെ ഉംറയിലും. അപ്പോ എന്നിട്ടും അയാള് അറിഞ്ഞിട്ടും മക്കയിൽ എത്തുന്നുണ്ട്. അപ്പൊ അയാൾ തിരിച്ച് മീഖാത്തിൽ വരണോ അല്ല പിന്നെ അവിടെ വെച്ചിട്ട് അയാള് ആട് എന്താണ് അതിന്റെ ഫിദിയ എന്താണ് കൊടുക്കണോ? എന്താണ് അതിന്റെ ഒരു ഹുക്കും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും. സഹോദരന്റെ ചോദ്യം പറയട്ടെ. 3 ചോദ്യങ്ങളാ. ഒന്ന്, പിന്നെ ഒരാള് ഹജ്ജ് ചെയ്യുന്നുണ്ട്, അയാള് അറവും കൊടുക്കുന്നുണ്ട് എന്നാണ്. അവിടെ അത് പിന്നെ അയാൾ മുടിയെടുക്കുന്നതിൻ്റെയൊക്കെ വിധിയാണ് ചോദിച്ചത്. അവിടെ ആ ചോദ്യം ആദ്യം ഒന്ന് മനസ്സിലാക്കണം, ചോദ്യം മനസ്സിലാക്കണം, എന്നിട്ട് പിന്നെ അതിൻ്റെ ഉത്തരം. അതായത് ഒരാൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്, അയാൾ അറവും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ അറവാണോ അതല്ല ഹജ്ജിൻ്റെ അറവിനോടൊപ്പം ഉദുഹിയ്യയാണോ? അതാണ്. അതായത് ഒരാൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്, തമത്തുആയിട്ടുള്ള ഹജ്ജാണ് ചെയ്യുന്നത്, ഖിറാനായിട്ടുള്ള ഹജ്ജാണ് ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് അറവ് നിർബന്ധമാണ്. ഏതറിവ്? ഹജ്ജിൻ്റെ അറിവ്. ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജി ഫമസ്തൈസറ മിനൽ ഹദി. ഒരാൾ ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? ബലിമൃഗങ്ങളിൽ നിന്ന് എളുപ്പമായത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ആടിനെ അറക്കണം, അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ ഏഴിലൊന്ന്, അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ ഏഴിലൊന്ന്, ഇങ്ങനെ കൊടുക്കണം എന്നാണ്. അത് ഹജ്ജിൻ്റെ അറവാണ്. ആ ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അയാളുടെ മുടികൾ നീക്കാം, ശരീരാവയവങ്ങൾ നീക്കേണ്ട മുടികൾ നീക്കാവുന്നതാണ്. അയാൾക്ക് മീശ വെട്ടാം, പിന്നെ കക്ഷരോമങ്ങൾ വടിക്കാം, ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഒരു ഹാജി അയാൾ ഉദുഹിയ്യ കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഹജ്ജിൻ്റെ അറിവും കൊടുക്കുന്നുണ്ട്, ഉദുഹിയ്യയും കൊടുക്കുന്നുണ്ട്. ഉദുഹിയ്യ വേറെ, ഹജ്ജിൻ്റെ അറിവ് വേറെ. ഉദുഹിയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ബലി പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ അയ്യാമു തശ്രീഖിന്റെ നാളുകളിൽ കൊടുക്കുന്നതായ പിന്നെ പ്രത്യേക അറിവാണ്. അത് ഹജ്ജുമായി ബന്ധപ്പെട്ടതല്ല. ഹജ്ജ് ചെയ്യാത്തവർക്കും ഉദുഹിയ്യ ചെയ്യാം, ഹാജിമാർക്കും ഉദുഹിയ്യ ചെയ്യാം. അപ്പോൾ ഒരു ഹാജി അയാൾ ഉദുഹിയ്യ കൂടി കൊടുക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ ഹുക്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ ദഖലത്തിൽ അശർ വ അറാദ അഹദുക്കും അൻ യുദഹി ഫലാ യഅഖുദ് മിൻ ശഅരിഹി വലാ മിൻ ദഫ്രിഹി ഷൈഅ. ചില റിപ്പോർട്ടുകളിൽ വലാ മിൻ ബശറതിഹി ഷൈഅ. ദുൽഹജ്ജ് 10 പ്രവേശിച്ച് ഒരാൾ ഉദുഹിയ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു എങ്കിൽ അയാളുടെ നഖമോ മുടിയോ തൊലിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത് ഉദുഹിയ്യ കൊടുക്കാൻ ഉദ്ദേശിച്ചവരാണ്. അത് ദുൽഹജ്ജ് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരാൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദുൽഹജ്ജ് പ്രവേശിക്കുന്നതോടുകൂടി അയാൾക്ക് ഇതൊന്നും പാടില്ല, നഖെടുക്കാനോ മുടി എടുക്കാനോ പാടില്ല. ഇനി ഒരാൾ ദുൽഹജ്ജ് പുലർന്നതിന് ശേഷമാണ് നിയ്യത്ത് ചെയ്യുന്നതെങ്കിൽ നിയ്യത്ത് ചെയ്തയിടം മുതൽ അങ്ങോട്ട് എടുക്കാൻ പാടില്ലതല്ല. ഇതാ അതിൽ മനസ്സിലാക്കേണ്ടത്. ഹാജി ഉദുഹിയ്യ കൊടുക്കാൻ കൂടി ഉദ്ദേശിച്ചാലോ ഹാജിൻ്റെ ഹുക്കം തന്നെ, നഖമോ മുടിയോ ഒന്നും എടുക്കാൻ പാടില്ലതല്ല. പക്ഷേ ഹാജി മക്കത്ത് പോയി, അങ്ങനെ ദുൽഹജ്ജ് 5-ന് പോയി നോക്കുക, അല്ലെങ്കിൽ 6-ന് പോയി നോക്കുക. അപ്പോൾ ഹാജി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോഴും ഇവിടുന്ന് പോകുമ്പോഴും ഒന്നും എൻ്റെ ശരീരത്തിൽ മുടി എടുക്കാൻ പാടില്ല, നഖെടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഹജ്ജിൻ്റെ അറിവുള്ളത് കൊണ്ടല്ല, പിന്നെ അയാൾ ഉദുഹിയ്യ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. ഉദുഹിയ്യ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അയാളുടെ മുടിയൊക്കെ എടുക്കലാണെന്ത്? സുന്നത്ത്, അതിൻ്റെ പൂർണ്ണത, ഇഹ്റാമിൻ്റെ പൂർണ്ണത. അതേസമയം അയാൾ ഉദുഹിയ്യ കൂടി ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ലതല്ല,
മുടിയൊന്നും എടുക്കാൻ പാടില്ല, അതിൽ നഖം എടുക്കാൻ പാടില്ല, അങ്ങനെ പോകണം. എന്നാൽ അയാൾ ഉംറ നിർവഹിച്ച് മക്കത്തെത്തി ഉംറ നിർവഹിച്ച് 6-ന് ഉംറ നിർവഹിച്ച് അല്ലെങ്കിൽ 7-ന് ഉംറ നിർവഹിച്ചാൽ ഉംറയിൽ നിന്ന് തഹല്ലുലാകാൻ മുടി എടുക്കണം. അത് പിന്നെ ഹജ്ജ് ഉംറ കർമ്മത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ മുടി എടുക്കാം. അയാൾ എന്ത് ചെയ്യുക? അയാൾ പിന്നെ തവാഫ് ചെയ്ത് സഅയ് ചെയ്തതിന് ശേഷം അയാൾ മുടി ചുരുക്കി എടുക്കുക, വെട്ടുക. കാരണം അയാൾക്ക് ഹജ്ജ് ചെയ്തിട്ട് പിന്നെ മുടി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് മുടി വെട്ടുക. ഈ മുടി വെട്ടൽ എന്തല്ല, ഇതിന് ബാധകമല്ല. അയാൾ ഉദ്ഹിയ്യ കൊടുക്കാൻ ഉദ്ദേശിച്ച് മുടി എടുക്കാൻ പാടില്ല എന്നുള്ളതിന് ബാധകമല്ല. കാരണം അത് ഇയാളുടെ ഇബാദത്തിൻ്റെ ഹജ്ജ് ഉംറ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുടി എടുക്കലാണ്. എന്നിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്യണം? ആ മുടിയെടുത്ത് തഹല്ലുലായതിനു ശേഷം പിന്നെ അത് സാധാ പോലെ തന്നെ ദുൽഹജ്ജ് 8-ന് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോഴും അയാൾ പിന്നെ കുളിക്കുക. പക്ഷെ മുടി എടുക്കാൻ പാടുള്ളതല്ല, നഖം എടുക്കാൻ പാടുള്ളതല്ല. കാരണം അയാൾ ഉദ്ഹിയ്യ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ഹാജിമാർ മനസ്സിലാക്കണം. കാരണം ഹാജിമാർ പിന്നെ ഉദ്ഹിയ്യ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ, ഉദ്ഹിയ്യ എന്ന് പറഞ്ഞാൽ പലർക്കും തെറ്റി മനസ്സിലാക്കും. ഉദ്ഹിയ്യ എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ അറവല്ല. തമത്തു ആയിട്ടും ഖിറാനായിട്ടും ഹജ്ജ് ചെയ്യുന്നവർ അറക്കുന്ന അറവിന് ഉദ്ഹിയ്യ എന്ന് പറയില്ല, അത് ഹദിയാണ്. ആ ഹദിയിന് ഇത് ബാധകമല്ല. എന്നാൽ ഹദിയ കൊടുക്കുന്നതോടൊപ്പം ഒരു ഹാജി ഉദ്ഹിയ്യ കൂടി ഉദ്ദേശിക്കുകയാണ് എങ്കിലാണ് പറഞ്ഞത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അയാൾ മുടിയോ നഖമോ എടുക്കാൻ പാടുള്ളതല്ല, അങ്ങനെ തന്നെ തുടരുക. എന്നിട്ട് അയാളുടെ ഉദ്ഹിയ്യ കൊടുത്തതിന് ശേഷം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയാളുടെ നഖമോ മുടിയോ എടുക്കാൻ പാടുള്ളൂ. ഒരു ഹാജി ദുൽഹജ്ജ് 10-ന് ജംറ എറിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യും? മുടിയെടുക്കും. അത് ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള മുടിയെടുക്കലാണ്, തല മുണ്ടനം ചെയ്യും. പക്ഷേ അയാളുടെ ഉദ്ഹിയ്യ അന്ന് അറുത്തിട്ടില്ല എങ്കിൽ ഉദ്ഹിയ്യ 11-നാണ് അറക്കണമെങ്കിൽ ആ 11-നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നഖെടുക്കാനും പിന്നെ മറ്റു രോമങ്ങളും ഇതൊക്കെ നീക്കാനും പറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാരണം പിന്നെ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ന് ആ വിഷയത്തിലുള്ളതായ വിലക്ക്. അതാണ് ആ വിഷയത്തിൽ സഹോദരനോട് പറയാനുള്ളത്. ഉദ്ഹിയ്യയുമായി ബന്ധപ്പെട്ട് ഒരു ഹാജി ഉദ്ഹിയ്യ ഉദ്ദേശിച്ചാൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. രണ്ടാമത്തെ ചോദ്യം, ഹാജിമാർ നാട്ടിൽ നിന്ന് വേഷം കെട്ടി വരും, ഇഹ്റാമിൻ്റെ വേഷം കെട്ടി വരും. എന്നിട്ട് അവർ തെൽബിയത്ത് ചൊല്ലി വരും. അവർ നിയ്യത്ത് ചെയ്യണില്ല, പക്ഷെ തെൽബിയത്ത് ചൊല്ലിയിട്ട് വേഷം മാറിയിട്ടാണ് വരുന്നത്. ജിദ്ദയിൽ വെച്ചിട്ടാണ് നിയ്യത്ത് ചെയ്യുന്നത്. അതല്ല ചോദ്യം. അവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒന്നാമത് തെൽബിയത്ത് തുടങ്ങൽ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷമാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഇഹ്റാമിൻ്റെ വേഷം ധരിക്കുക എന്നുള്ളതല്ല. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഹജ്ജിന് നിയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ്, ഉംറക്ക് നിയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ്. നിയ്യത്ത് ചെയ്യുന്നതിനാണ് ഇഹ്റാം എന്ന് പറയാം. ആ ഇഹ്റാമിൻ്റെ ഭാഗമാണെന്ത്? പുരുഷന്മാർ തുന്യ വസ്ത്രങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു തുണി ഉടുക്കുകയും ഒരു തുണി പുതക്കുകയും ചെയ്യുക എന്നുള്ളത്. അല്ലാതെ ഇഹ്റാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുണി എടുക്കലും പുതക്കലാണെന്ന് ആരും മനസ്സിലാക്കരുത്. നിയ്യത്ത് ചെയ്യലാണ് ഇഹ്റാമിൽ പ്രവേശിക്കൽ. അതിൻ്റെ ഒരു നിർബന്ധ കർമ്മമാണെന്ത്? അത് മീഖാത്തിൽ വെച്ചാകുക. ഇഹ്റാമിൽ പ്രവേശിക്കൽ മീഖാത്തിൽ വെച്ചാകുക, അല്ലെങ്കിൽ മീഖാത്തിന് നേരെ വെച്ചാകുക. അപ്പോൾ തുന്യ വസ്ത്രങ്ങൾ പുരുഷന്മാർ ഒഴിവാക്കിയിട്ട് ഒരു മുണ്ട് ഉടുക്കുകയും ഒരു മുണ്ട് പുതക്കുകയും ചെയ്യുക. സ്ത്രീകൾ നിഖാബ് ഒഴിവാക്കുക, അതേപോലെ കയ്യുറയും ഒഴിവാക്കുക. ഇത് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾ ഇഹ്റാമിൽ എത്തുന്നതിന് മുമ്പ്, ഇഹ്റാമിൻ്റെ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ്, മീഖാത്തിന് നേരെയാകുന്നതിന് മുമ്പ് അയാൾക്ക് ഇപ്പോൾ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഈ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു സൗകര്യത്തിന് വേണ്ടി ഫ്ലൈറ്റിൽ ചിലപ്പം ഇതെടുക്കാനും ഇതാക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ അപ്പോൾ അയാളൊരു തുണി എടുത്ത് മുണ്ട് പുതച്ച് അയാൾ ഫ്ലൈറ്റിലിരുന്ന് മീഖാത്തിന് നേരെ എത്തിയപ്പോൾ വിവരം കിട്ടി. അപ്പോൾ അയാൾ ലബ്ബൈക ഉംറതൻ അല്ലെങ്കിൽ ലബ്ബൈക ഹജ്ജൻ അല്ലെങ്കിൽ ലബ്ബൈക ഹജ്ജൻ ഉംറതൻ മുതമത്തിയൻ ബിഹാ ഇലൽ ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്ത് നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് അത് പ്രഖ്യാപിച്ച്, കർമ്മത്തെ പ്രഖ്യാപിച്ച്. അതാകാവുന്നതാണ്. ഇഹ്റാമിൻ്റെ വസ്ത്രം ഉണ്ടല്ലോ, അത് കലയെ കൂട്ടി ധരിച്ചിട്ട് മീഖാത്തിന് നേരെ എത്തിയപ്പോൾ ലബ്ബൈക ഉംറതൻ അല്ലെങ്കിൽ ലബ്ബൈക ഹജ്ജൻ ഇങ്ങനെ ഇഹ്റാം പ്രഖ്യാപിച്ച് ഇങ്ങനെ ആകാവുന്നതാണ്. പക്ഷെ ഇവിടെ പറഞ്ഞാൽ എന്താ? ബോംബെ എയർപോർട്ടിൽ തന്നെ തെൽബിയത്ത് തുടങ്ങുന്നതാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക. അത് തെറ്റാണത്, പാടില്ല. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷമാണ് തെൽബിയത്ത്. ലബ്ബൈക ഉംറതൻ എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക അൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞത്, അസ്ഹാബിനോട്, പ്രവാചകരെ അസ്ഹാബിനോട് തെൽബിയത്ത് കൊണ്ട് ശബ്ദം ഉയർത്താൻ പറയൂ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് തെൽബിയത്തിൻ്റെ സ്ഥാനം. അത് ഉംറ നിർവഹിക്കുന്നവൻ
കഅബ കാണുന്നതോടുകൂടി നിർത്തണം. ഹജ്ജ് നിർവഹിക്കുന്നവർ ജംറത്തുൽ അഖബ എറിയുന്നതോടുകൂടി അത് അവസാനിപ്പിക്കുകയും വേണം, തൽബിയത്ത് അവസാനിപ്പിക്കുകയും വേണം. അപ്പോൾ അതിന് തുടക്ക സമയമുണ്ട്, ഒടുക്ക സമയമുണ്ട്. ഇതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എയർപോർട്ടിൽ തന്നെ ഇത് ചെല്ലിയാണ്ട് നാട്ടിൽ നിന്ന് വരിക എന്നുള്ളത് പാടുള്ളതല്ല. പിന്നെ മീഖാത്തിന് നേരെയാകുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്, നിയ്യത്ത് ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾ പുരുഷന്മാർ തുന്നിയ വസ്ത്രങ്ങളിൽ നിന്ന് ഒഴിവായിട്ട് ഒരു തുണി എടുക്കുകയും ഒരു തുണി പുതക്കുകയും വേണം. ഇതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു മസ്അല, ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഒരാൾ നിയ്യത്ത് ചെയ്യുന്നത് എങ്കിൽ അയാളുടെ വിധിയാണ്. ശരിക്ക് മീഖാത്തിന് പുറത്തു നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ മീഖാത്തിന് നേരെ എത്തുമ്പോൾ, മീഖാത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ മീഖാത്തിന് നേരെ എത്തുമ്പോൾ നിയ്യത്ത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? വഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅഹ്ലിൽ മദീനത്തി ദൽ ഹുലൈഫ വലി അഹ്ലി ശാമിൽ ജുഹ്ഫ വലി അഹ്ലിൽ യമനിൽ യലംലം വലി അഹ്ലിൽ നജ്ദിൻ ഖർനൽ മനാസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഹദീസിൽ ഹുന്ന ലഹുന്ന വലിമൻ അത അലൈഹിന്ന മിൻ ഗൈരി അഹ്ലിഹിൻ ലിമൻ അറാദൽ ഹജ്ജത വൽ ഉംറ എന്നാണ്. മീഖാത്തുകളെ നിശ്ചയിച്ച് ദുൽഹുലൈഫ ഇന്നത്തെ അബിയാറയിലെ, ജുഹ്ഫ ഇന്നത്തെ റാബഗ്, യലംലം ഇന്നത്തെ സഅദിയ, ഖർനുൽ മനാസിൽ ഇന്നത്തെ സൈലുൽ കബീർ, ദാത്ത് ഇർഖ് ഇറാഖുകാരുടെ ഇന്നത്തെ മീഖാത്ത്. ഈ മീഖാത്തുകളെ നിശ്ചയിച്ച് എന്നിട്ട് എന്താ പറഞ്ഞത്? ഹുന്ന ലഹുൻ, ഈ മീഖാത്തുകൾ ആ മീഖാത്തിലുള്ളവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാനാണ്. വലിമൻ അത അലൈഹിന്ന, ഈ മീഖാത്തിലൂടെ വരുന്നവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാനുമാണ്. ലിമൻ അറാദൽ ഹജ്ജത വൽ ഉംറ, ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച്. അപ്പോൾ ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച് ഈ മീഖാത്തിലൂടെ വരുന്നവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള ഇടങ്ങളാണ് ഈ മീഖാത്തുകൾ എന്നാണ്. അപ്പം മീഖാത്തിന് നേരെയായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടാണ് മക്കത്തിൻ്റെ ബോർഡർ ഉള്ളിൽ വരേണ്ടത്, മീഖാത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇഹ്റാമിൽ പ്രവേശിക്കാതെ വരാൻ പാടുള്ളതല്ല. വല്ലവരും ഇഹ്റാമിൽ പ്രവേശിക്കാതെ വന്നാൽ അവർ മടങ്ങിപ്പോകണം. എവിടേക്ക്? മീഖാത്തിലേക്ക്, അല്ലെങ്കിൽ മീഖാത്തിന് നേരെ മടങ്ങിപ്പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് വരണം. ആരെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിച്ച് ഉള്ളിൽ വെച്ചിട്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിൽ അയാൾ ഒരു അറിവ് കൊടുക്കൽ നിർബന്ധമാണ്. കാരണം മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് ഹജ്ജിൻ്റെ വാജിബാണ്. ആ വാജിബ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അതിനൊരു ബലി നൽകൽ, പ്രായശ്ചിത്തം ബലിയായിട്ട് നൽകൽ അയാൾക്ക് നിർബന്ധമാണ്. ജിദ്ദയെ സംബന്ധിച്ചിടത്തോളം ജിദ്ദയിലെത്തിയവർക്ക് ജിദ്ദ മീഖാത്താണോ അല്ലേ? പലരും അത് പറയാറുണ്ട്, ജിദ്ദ മീഖാത്താണ് എന്ന്. പക്ഷേ സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ അതിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ജിദ്ദ ഒരിക്കലും മീഖാത്താവൂല. കാരണം ജിദ്ദ മീഖാത്താണ് എന്ന് പറയുന്നവർ അവർ പറയുന്നത് ജിദ്ദ യലംലമിൻ്റെ അത്ര ദൂരത്താണുള്ളത് എന്നാണ്. അതായത് മീഖാത്തിൽ വെച്ചോ മീഖാത്തിന് നേരെയുള്ള സ്ഥലത്ത് വെച്ചോ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. ഇപ്പം ജുഹ്ഫയുടെ നേരെയാണ് റാബഗ്. അതുകൊണ്ട് തന്നെ റാബഗിൽ വെച്ചിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ജുഹ്ഫയിൽ ഇഹ്റാമിൽ പ്രവേശിച്ചതുപോലെയാണ്. കാരണം എന്താ? കരയിലായാലും കടലിലായാലും ഇനി പിന്നെ അന്തരീക്ഷത്തിലായാലും മീഖാത്തിന് നേരെ ഇഹ്റാമിൽ സ്ഥലത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. അപ്പം മീഖാത്തിന് നേരെയാണോ ജിദ്ദ? ജുഹ്ഫനോട് നേരെയല്ല ഒരിക്കലും ജിദ്ദ. യലംലമിനോട് നേരെയാണോ? ഒരിക്കലും യലംലമിനോട് നേരെയല്ല ജിദ്ദയുള്ളത്. ജിദ്ദയിലേക്ക് മക്കത്ത് നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജിദ്ദയിലേക്ക് 70 കിലോമീറ്ററാണ് എങ്കിൽ യലംലമിലേക്ക് 70-ലേറെ കിലോമീറ്റർ ഉണ്ട് ദൂരം, 90-ലേറെ കിലോമീറ്റർ ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. മനസ്സിലായില്ലേ? ചിലരെന്ത് ചെയ്തിട്ടുണ്ട്? യലംലമിൻ്റെ വീതി നീളം കൂട്ടിയിട്ടുണ്ട്. മുഷ്കിലാണത്. യലംലം അതൊരു നീണ്ട വീതിയുള്ള താഴ്വാരാണ്. അതുകൊണ്ട് തന്നെ ഈ വീതിയുള്ള താഴ്വാരത്തിൻ്റെ ഒരറ്റം മുതൽ മക്കയിലേക്ക് അളന്നിട്ടുണ്ട് എങ്കിൽ ജിദ്ദയിലേക്കുള്ള ദൂരം തന്നെയാണ്. അതിന് അങ്ങേയറ്റം നോക്കുമ്പോഴാണ് അത് നീളം കൂടുതൽ. അതുകൊണ്ട് യലംലം മീഖാത്തിന് നേരെയാണ് ജിദ്ദയുള്ളത്. അതുകൊണ്ട് ജിദ്ദയിൽ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ മതി എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അഭിപ്രായം ഒരിക്കലും പിന്നെ സൂക്ഷ്മമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പ്രാമാണികരായ പണ്ഡിതന്മാരൊട്ട് അതിന് അങ്ങനെ മനസ്സിലാക്കിയിട്ടുമില്ല. അവർ പറഞ്ഞത് ജിദ്ദയിലെത്തിയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നവരുടെ ഇഹ്റാം അവർ മീഖാത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവർ ജിദ്ദയിൽ നിന്നാണ് എങ്കിൽ അവർ അതിന് അറിവ് കൊടുക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതായാലും ഹജ്ജ് കർമ്മമാണ്, അത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത്തരം പിന്നെ ഈ ഒപ്പിക്കബിൾ പിന്നെ ഫത്വകൾ അതിൽ സൂക്ഷിക്കേണ്ടതായ ഒരു വിഷയമാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ ആ മസാല വിശദമായിട്ട് വായിച്ചിട്ടുണ്ട്, ജിദ്ദ മീഖാത്താണോ അല്ലേ എന്നുള്ളത്. ചിലർ പറയുന്നത് എന്താണ്? ഈ യലംലമിനെ നേരെയാണ് ജിദ്ദ ഉള്ളത്, അതിൻ്റെ മക്കയോടടുത്ത ഭാഗം. കാരണം യലംലമിൻ്റെ നീളം അത് ഇത്രയാണ്, വീതി ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചില കണക്കുകളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും സൂക്ഷ്മതയും ആളുകൾ പ്രാവർത്തികമാക്കേണ്ടതും. ജിദ്ദ ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് എന്തല്ല മീഖാത്തല്ല, ജിദ്ദ മീഖാത്തിന് ഉള്ളിലാണ്.
അതുകൊണ്ട് തന്നെ മീഖാത്തിൽ വെച്ചിട്ടാണ് അവർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഫ്ലൈറ്റിൽ വെച്ചിട്ട് മീഖാത്തിൻ്റെ നേരെയാകുമ്പോൾ അവർ ലബ്ബൈക ഉംറത്തൻ എന്നോ അല്ലെങ്കിൽ ലബ്ബൈക ഹജ്ജൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് വേണ്ടത്. അതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഒരാൾ പാൻസും ഷർട്ടും ധരിച്ചിട്ട് ഉഷാറായിട്ട് വന്ന് ഹജ്ജിന് മക്കത്തെത്തിയപ്പോൾ മൂപ്പര് ടിപ്പ് ടോപ്പിലാണ്, ഹജ്ജും ചെയ്യണം മൂപ്പർക്ക്. അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ വിധിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താണ്, മീഖാത്തുകളെ നിശ്ചയിച്ചത് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാനാണ്. ആര്? ലിമൻ അറാദൽ ഹജ്ജത വൽ ഉംറ, ഹജ്ജും ഉംറയും ഉദ്ദേശിക്കുന്നവർ. അതുകൊണ്ട് മീഖാത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കണം, നിയ്യത്ത് ചെയ്യണം, ലബ്ബൈക ഉംറത്തൻ. ഉംറയുടെ വാജിബാണ് എന്ത്? പുരുഷന്മാർ തുന്യ വസ്ത്രങ്ങൾ ഒഴിവാക്കണം. പാൻസ്, ഷർട്ട്, ഷഡ്ഡി, ബനിയൻ ഇതൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് പുരുഷൻ ഒരു തുണി ഉടുക്കുകയും ഒരു ഉത്തരീയം, ഒരു മുണ്ട് പുതക്കുകയും ചെയ്യണം. തുന്യ വസ്ത്രങ്ങളിൽ അയാൾ ഒഴിവാക്കണം. അതിൻ്റെ വാജിബാണ്. ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് തുന്യ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തായി? ഇഹ്റാമിൽ നിഷിദ്ധമായൊരു കാര്യം പ്രവർത്തിക്കലായി. അതിന് അയാൾ അറിവ് കൊടുക്കൽ നിർബന്ധമാണ്. ഒരാൾ മക്കത്തെത്തിയിട്ട് നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിലോ? തുന്യ വസ്ത്രം ഒഴിവാക്കിയിട്ടുള്ള നിയ്യത്തും ചെയ്തിട്ടില്ല. അപ്പം എന്തായി? അറബികൾ പറയും ആ ഹഷ്ഫുൻ വസൂ ഊക്കീല, സാധനവും മോശം, തൂക്കം കുറവ്. അങ്ങനെയാണ്. അങ്ങനെ ആയാൽ അത് വലിയ മുസീബത്തായി. അയാൾ എന്ത് ചെയ്യണം? അയാൾ മീഖാത്തിലേക്ക് മടങ്ങിപ്പോകണം. എന്നിട്ട് മീഖാത്തിൽ വെച്ചിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് തുന്യ വസ്ത്രം ഒഴിവാക്കിയിട്ട് അയാൾ എന്ത് ചെയ്യണം? അയാൾ പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് വരണം. അതില്ല എങ്കിൽ അയാൾ മക്കത്തെത്തിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മീഖാത്തിനുള്ളിൽ വെച്ചാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയോട് എതിരാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മീഖാത്തിനുള്ളിൽ വെച്ചിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അറിവ് നിർബന്ധമാകും. തുന്യ വസ്ത്രം ധരിക്കുക എന്നുള്ള ഇഹ്റാമിൽ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തതിന് അയാൾ അതിനും അറിവ് കൊടുക്കാൻ അയാൾ പിന്നെ നിർബന്ധിതനാകും, അയാൾ ഇഹ്റാമിലാണ് എങ്കിൽ. മനസ്സിലായില്ലേ? ഇതാണ് ആ വിഷയത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു തആല അഅലം. ഹലോ, അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം കൂടി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഓക്കെ. അതെ, എനിക്ക് ചോദിക്കാനുള്ള മറ്റേ നമ്മൾ ഇപ്പോ ഉദാഹരണത്തിന് മാട് ഇനത്തിൽപ്പെട്ട ഒന്നിന് ഒരു 5 പേര് കൂടിയിട്ട് 60 നിർവഹിക്കുകയാണ്. അപ്പൊ 5 പേര് ഒരേപോലെ തന്നെ അതില് പിന്നെ അത് പൈസ ഒരേപോലെ ഇറക്കണമെന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. അതായത് ബലിയിൽ ഒരു പശുവിൽ ആളുകൾ പങ്കാളികളാകുകയാണെങ്കിൽ അതിൽ സംഖ്യ തുല്യമാകണം. ഇനി സംഖ്യ തുല്യമാകണില്ല എങ്കിൽ പങ്കാളികൾ പൊരുത്തപ്പെടണം. സംഖ്യ തുല്യമാകുകയാണ് വേണ്ടത്. അതില്ല എങ്കിൽ കൂടെയുള്ള പങ്കാളികൾ പൊരുത്തപ്പെടുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ അന്വേഷിച്ചപ്പോൾ പണ്ഡിതന്മാർ പ്രതികരിച്ചത്. അല്ലാഹു അഅലം. ഹലോ, അസ്സലാമു അലൈക്കും. ഷേഖ്, അതിൽ ഞാൻ ഒന്ന് ചോദിച്ചതിൽ പിന്നെ ഞാനിവിടെ ചോദിച്ചപ്പോ ഈ വിഷയം നാട്ടിൽ നിന്ന് ഇഹ്റാമോട് കൂടി വന്നിട്ട് മീഖാത്തിന്റെ ഫ്ലൈറ്റിലുണ്ടാകുമ്പോൾ മീഖാത്തിന്റെ ആ സ്ഥലം മീഖാത്ത് എത്തുമ്പോ പിന്നെ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ അലി ഉംറത്തൻ എന്ന് പറയാതെ ജിദ്ദയിൽ ലാൻഡായി കഴിഞ്ഞാൽ അവര് തൽബിയത്തോടു കൂടിയും പിന്നെ നിയ്യത്തോടു കൂടി വരുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അതില് പ്രശ്നമില്ല എന്ന് ഷേഖ് ഫൗസാൻ ഹഫിസഹുല്ലാഹ് സാലിഹ് അൽ ഫൗസാൻ അയാൾ പറഞ്ഞിട്ടുണ്ട്. അയാളെ ഇവിടെ ഒരു അഭിപ്രായമായിട്ട് ഫത്വ ഇങ്ങനെ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞു. ഫ്ലൈറ്റിൽ വെച്ച് അവർക്ക് ആ യലംലം എത്തുമ്പോൾ ഒന്നും പറയാതെ അവർ അവിടെ തന്നെ തൽബിയായിട്ടും നിയ്യത്തായിട്ടും വന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഹജ്ജ് ചെയ്ത് അവർ തിരിച്ചും പോകുന്നുണ്ട്. അവർക്ക് ഒന്നും ആ വിഷയത്തിൽ പറയുന്നവരോ ഒന്നും അറിഞ്ഞിട്ടല്ല. അപ്പൊ ഈ വിഷയത്തിൽ ഒന്ന് പിന്നെ സൂചിപ്പിക്കണം. പിന്നെ രണ്ടാമത്തെ ഞാൻ ചോദിച്ചതിൽ ഒരു ഇതുണ്ട്. ഒരാൾ അറിഞ്ഞിട്ടും മക്കയിൽ എത്തി, അറിയാണ് അയാൾ കാര്യം, പിന്നെ ഇവിടെ വെച്ച് എനിക്ക് മീഖാത്തിൽ വെച്ച് ഡ്രസ്സ് മാറ്റണം, ഇവിടെ ഇഹ്റാമിൽ പ്രവേശിക്കണം, എന്നിട്ട് അതൊന്നും ചെയ്യാതെ മൂപ്പര് അറിഞ്ഞിട്ട് മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചു വന്ന് മീഖാത്തിൽ വന്നാൽ മതിയോ? അല്ല പിന്നെ അറിയാതല്ല, അല്ല പിന്നെ അയാൾ അറിവ് കൊടുക്കേണ്ടതുണ്ടോ? അതായിരുന്നു എന്റെ ചോദ്യത്തിന്റെ അസൽ. അത് മനസ്സിലായി. അത് ശരിയാണ്. കാരണം നീയത്തോട് അതെ. അതായത്
ആദ്യത്തെ ഇതുണ്ടല്ലോ സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. കാരണം മീഖാത്ത് വിട്ട് കിടക്കുമ്പോൾ നീയത്തോട് കൂടി വരിക എന്നാണ്. നീയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നീയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലുള്ള കരുതലാണ്. ഞാൻ ഹജ്ജ് ചെയ്യാൻ പോവുകയാണ്, ഉംറ നിർവഹിക്കുകയാണ് എന്നുള്ള കരുതലാണ്. അത് മനസ്സിൽ കരുതിക്കൊണ്ടാണ് അവർ മീഖാത്ത് വിട്ട് കിടക്കുന്നത് എങ്കിൽ അത് ശരിയാണ്, അത് മതി. കാരണം നീയത്തിൻ്റെ സ്ഥാനം അത് ഖൽബാണ്. പിന്നെ ഹജ്ജിനും ഉംറയെ സംബന്ധിച്ചിടത്തോളം അത് പ്രഖ്യാപിക്കുക എന്നുള്ളതുണ്ട്, അത് റുക്നല്ല. അതേസമയം മനസ്സിൽ ഇഹ്റാമിൽ കരുതുക എന്നുള്ളത്, നിയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ റുക്നായിട്ടുള്ളത്. അത് അവർക്ക് മീഖാത്ത് വിട്ട് കിടക്കുമ്പോൾ അവർ ആ നിയ്യത്തിലാണുള്ളത് എങ്കിൽ അത് ശരിയാണ്, അത് മതി അവരെ സംബന്ധിച്ചിടത്തോളം. വരണത് മീഖാത്ത് വിട്ട് കിടക്കുമ്പോൾ ആ നിയ്യത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ അതാണ് പിന്നെ അതിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് ശരിയാണ്. പിന്നെ ഇത് രണ്ടാമത് പറഞ്ഞത് ഒരാൾ ബോധപൂർവ്വം ഇതൊക്കെ അറിയാം എന്നിട്ടും ഇങ്ങനെയാണ് എങ്കിൽ അതാണ് പറഞ്ഞത്. ബോധപൂർവ്വം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയെ മാനിക്കാതിരിക്കലാണ്, ധിക്കരിക്കലാണ്. അതിൽ അയാൾ പശ്ചാത്തപിക്കണം. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രായശ്ചിത്തം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പിന്നെ അയാൾ ഒന്നുകിൽ മീഖാത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യണം? അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് വരണം. അതില്ല അയാൾ മക്കയിലെത്തിയിട്ട് അങ്ങനെ തന്നെ തുടരാനാണ് ഉദ്ദേശമെങ്കിൽ അയാളുടെ പിന്നെ ഹജ്ജിൽ ഒരു വാജിബ് അയാൾ ഉപേക്ഷിച്ചവനാണ്. അയാൾ എന്ത് ചെയ്യണം? അതിന് പ്രായശ്ചിത്തം കൊടുക്കൽ നിർബന്ധമാണ്. പോകണം എന്നിട്ട് തിരിച്ചു വരണം. അതില്ല എങ്കിൽ അറിവ് കൊടുക്കണം, ചെയ്താൽ മതി. പക്ഷെ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഇത് അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതിൽ അയാൾ പശ്ചാത്തപിക്കണം. ഒരു കാര്യം ഞാൻ പിന്നെ ആദ്യത്തെ ചോദ്യത്തിൽ ഈ തക്ബീർ മുഖയ്യദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തക്ബീർ മുഖയ്യദ് പിന്നെ മുത്തലക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് ബലി പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 13 വരെ അയ്യാമ തശ്രീഖ് നാൾ ഉൾപ്പെടുത്തിയിട്ട് ആമായിട്ടുള്ള തക്ബീർ ഫാക്സിറു ഫീഹിന്ന മിന തക്ബീർ തന്നെ തക്ബീർ വർദ്ധിപ്പിക്കുക, അതാണ് മുത്തലക്കായിട്ടുള്ള തക്ബീർ. മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അയ്യാമ തശ്രീഖിൻ്റെ നാളും പെരുന്നാൾ സുദിനം എന്നാണ്. അസറുകളിൽ നിന്നും തെളിവുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് അറഫ ദിവസത്തിൻ്റെ ഫജർ മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെ എന്നാണ്. അറഫ ദിവസത്തിൻ്റെ ഫജർ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9 ഫജർ മുതൽ പിന്നെ അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെ തക്ബീർ ചൊല്ലിയിരുന്നതാണ്. അലിയാരിൽ നിന്ന് ഉമറിൽ നിന്നൊക്കെ അങ്ങനെ റിവായത്ത് വന്നിട്ടുണ്ട്. ഫജർ നിസ്കാരത്തിന് ശേഷം അതേപോലെ ഫർദ് നിസ്കാരത്തിന് ശേഷങ്ങളിൽ അവരെന്ത് ചെയ്തിരുന്നു? തക്ബീർ ചൊല്ലിയിരുന്നു. അത് അറഫയുടെ ഫജർ മുതൽ തുടങ്ങിയിട്ട് അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെ അസർ നിസ്കാരം വരെ. മഗ്രിബിന് ചൊല്ലിയിരുന്നില്ല എന്ന റിവായത്ത് കാണാം. അസർ നമസ്കാരം വരെ അവരെന്ത് ചെയ്തിരുന്നു? തക്ബീർ ചൊല്ലിയിരുന്നതാണ് മുഖയ്യദായ തക്ബീർ. അത് പിന്നെ വേർതിരിച്ച് മനസ്സിലാക്കണം. പിന്നെ അലി ചെയ്തിരുന്നു, ഉമർ പ്രകാരം ചെയ്തിരുന്നു ഒക്കെ പറയുന്ന റിവായത്തുകളെ ഇർവാഉൽ ഖലീലിലൊക്കെ ഷെയ്ഖ് അൽബാനിയൊക്കെ അത് ആ റിവായത്തുകൾ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അഅലം. ആരും ചോദിക്കാത്ത കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഈ ദുൽഹിജ്ജ 10 തന്നെ ഈ ഇഹ്റാമിന്റെ ഈ പിന്നെ ഹാജികള് എത്ര കാര്യം നടത്തിയാൽ അവർക്ക് ഇഹ്റാമെന്ന് പുറത്തു വരാം? അവിടെ ജംറത്തുൽ അഖബയില് കല്ലെറിഞ്ഞു, പിന്നെ മുടി പിന്നെ അത് ചെയ്തു, പിന്നെ നമ്മൾ ഇതിന് കാശ് പണം കെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിറ്റേന്നോ വേറെ നിങ്ങൾ ദിവസം നമ്മൾ അറവ് നടത്താന്ന് വെക്കാം. എന്നാ കല്ലെറിഞ്ഞ് ഉടനെ പിന്നെ തല മുണ്ടനം ചെയ്ത് ഇഹ്റാമെന്ന് നമ്മൾ ഈ തുണിന്ന് തഹല്ലുൽ അവ്വൽ എന്ന് പറഞ്ഞ ആ സംഗതി അത് നടത്താൻ പറ്റുമോ? അല്ല അറവ് ഏതെങ്കിലും 2ഓ 3ഓ കാര്യം എന്ന ഒരു മിനിമം ഇതുണ്ടല്ലോ, അത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. പിന്നെ ഇവിടെ സഹോദരന്റെ ചോദ്യം, ദുൽഹജ്ജ് 10ന്റെ കർമ്മങ്ങൾ പലതാണ്. ചിലർ റൻഹത്ത് എന്ന കലിമയിൽ വന്ന റമിയ്, നെഹർ, ഹൽക്ക്, തവാഫിനോട് സഅയ്. ഇപ്പൊ ഈ കർമ്മങ്ങളിൽ എത്ര കർമ്മങ്ങൾ ചെയ്താലാണ് തഹല്ലുലാകുക എന്നുള്ളതാണ് ചോദ്യം. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അറവുണ്ടല്ലോ, നെഹർ, അറവിന് തഹല്ലിലായിട്ട് ബന്ധമല്ല. അറവിന് തഹല്ലിലായിട്ട് ബന്ധമല്ല. ഏറ്, മുടിയെടുക്കൽ, തവാഫ്, ഇതിനാണ് തഹല്ലുലായിട്ട് ബന്ധം. എന്തുകൊണ്ടാണ് അറവിന് തഹല്ലുലായിട്ട് ബന്ധമല്ല എന്ന് പറഞ്ഞത്? മുഫ്രിദായ ഹാജി ഉണ്ടല്ലോ, ഹജ്ജ് മാത്രം ചെയ്യണവനോ മുഫ്രിക്ക് അറവില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അറിവില്ലാത്ത ആളാണ്. അപ്പോൾ പിന്നെ അറിവ് ഇനി 11നോ 12നോ ഒക്കെ അറുത്താലും അതിന് തഹല്ലുലായിട്ട് ബന്ധമല്ല. ഈ 3 കർമ്മങ്ങൾക്കാണ് തഹല്ലുലായിട്ട് ബന്ധം. എറിയൽ, ജംറയിൽ എറിയൽ, ജംറത്തുൽ അഖബയിൽ എറിയൽ,
പിന്നെ മുടിയെടുക്കൽ, തവാഫ്, ഈ കർമ്മങ്ങളിൽ 3-ൽ 2 ചെയ്താൽ തഹല്ലുലാകും എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത്. ഏറ്, മുടിയെടുക്കൽ, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? 2 കഴിഞ്ഞാൽ തഹല്ലുലായിരിക്കും വസ്ത്രം മാറാം. എന്നാൽ ചില റിവായത്തുകളിൽ ഏറ് നിർവഹിച്ചാൽ തന്നെ തഹല്ലുലാകും എന്നറിയിക്കുന്ന റിവായത്തുകളുണ്ട്. ഏറ് ജംറത്തുൽ അഖബയിൽ എറിഞ്ഞാൽ തന്നെ തഹല്ലുലാകും എന്നറിയിക്കുന്ന റിപ്പോർട്ട്. കാരണം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജംറത്തുൽ അഖബയിൽ എറിഞ്ഞ് തഹല്ലുലാകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ സുഗന്ധം ഉപയോഗിച്ച പിന്നെ ഒരു റിവായത്തിനെ പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ജംറത്തുൽ അഖബയിൽ എറിഞ്ഞു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തഹല്ലുലാകാൻ വേണ്ടിയിട്ട് സുഗന്ധം ഉപയോഗിച്ച ഒരു റിവായത്ത്. ഏതായാലും ജംറത്തുൽ അഖബയിൽ എറിഞ്ഞാൽ അതോട് കൂടിയിട്ട് തന്നെ 1-ാം തഹല്ലുലായി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് അന്നത്തെ കർമ്മങ്ങളിൽ 3 കർമ്മങ്ങളിൽ 2 കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? ഒരാൾ 1-ാമത്തെ തഹല്ലുലായി. തവാഫുൽ ഇഫാദ അല്ലെങ്കിൽ തവാഫു സിയാറ, തവാഫുൽ ഹജ്ജ് എന്ന് പറയുന്ന തവാഫ് ചെയ്യുന്നതോട് കൂടിയിട്ട് പൂർണ്ണ തഹല്ലുലുമായി എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. അതാണ് പണ്ഡിതന്മാരുടെ ആ വീക്ഷണ വ്യത്യാസം, അതിൻ്റെ വശവും. അല്ലാഹു തആല ആലം. പിന്നെ ഒരു ചോദ്യം ഇവിടെ, അറഫ നോമ്പ് എന്നാണ് നോക്കേണ്ടത് എന്നാണ്. അറഫ ദിവസത്തെ നോമ്പ് ഹാജിമാർ നോക്കേണ്ടത് ദുൽഹജ്ജ് 9-നാണോ അതല്ല ദുൽഹജ്ജ് 9 ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ആ ദിവസത്താണ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഒരു കൂട്ടർ നാട്ടിൽ വൈകി മാസം കണ്ട്, ഇവിടെ നേരത്തെ കണ്ട്. അപ്പോൾ ഇവിടെ ദുൽഹജ്ജ് 9 എന്നാണല്ലോ അറഫ ദിവസം. അപ്പോൾ നമ്മളെ നാട്ടിൽ അന്ന് എത്രയായിരിക്കും? ദുൽഹജ്ജ് 8 അപ്പോൾ ദുൽഹജ്ജ് 8-നാണോ നാട്ടിൽ നോമ്പെടുക്കേണ്ടത് അതല്ല ദുൽഹജ്ജ് 9-നാണോ നോമ്പെടുക്കേണ്ടത്? അറഫ ദിവസത്തിലാണ് നോമ്പെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്തായി? ദുൽഹജ്ജ് 8-ന് നാട്ടിൽ നോമ്പെടുക്കണം എന്നായി. കാരണം എന്താ? ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന സമയത്താണ് നോമ്പെടുക്കേണ്ടത്. അതുകൊണ്ട് പിന്നെ ദുൽഹജ്ജ് 8-ന് നോമ്പെടുക്കുക നാട്ടിൽ. എന്നിട്ട് ദുൽഹജ്ജ് 9 കഴിഞ്ഞ് ദുൽഹജ്ജ് 10-ന് പെരുന്നാൾ. ഇതാണ് അവരുടെ ഈ വാദം സമ്മതിച്ചാൽ അതിൻ്റെ സ്വാധീനം. എന്നാൽ പണ്ഡിതന്മാരിൽ പല പ്രമുഖരും പറഞ്ഞത് ദുൽഹജ്ജ് 9-നാണ് നോമ്പെടുക്കേണ്ടത്. ദുൽഹജ്ജ് 9-നാണ് അറഫ ദിവസം, അന്നാണ് നോമ്പെടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുൽഹജ്ജ് 9-നാണ് നോമ്പെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാസം കണ്ടതിനനുസരിച്ച് അവിടെ എന്നാണോ ദുൽഹജ്ജ് 9 അന്ന് നോമ്പെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ മാസം കണ്ടതിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? നോമ്പെടുക്കേണ്ടത്. അത്തൗഖീത്തു ഷഹരി ഉണ്ട്, അത്തൗഖീത്തുൽ യൗമി ഉണ്ട്. ഒരു ദിവസത്തെ സമയനിശ്ചയമുണ്ട്, ഒരു മാസത്തെ സമയനിശ്ചയമുണ്ട്. നമ്മളെ നാട്ടിൽ നിസ്കാരമൊക്കെ എങ്ങനെ? നാട്ടിലെ ദിവസ കണക്കനുസരിച്ചാണ്, തൗഖീത്തുൽ യൗമിയാണ്. അതേപോലെ തന്നെയാണ് അത് സൗദിയിലെ സമയം അനുസരിച്ചല്ല നമ്മുടെ നാട്ടിൽ നിസ്കാരം ഇതും കണക്കാക്കുന്നത്, നാട്ടിലെ സമയം അനുസരിച്ചാണ്. അപ്പോൾ അത്തൗഖീത്തുൽ യൗമി ഉള്ളതുപോലെ തന്നെ അത്തൗഖീത്തു ഷഹരി ഉണ്ട്, മാസ സമയ കണക്കുണ്ട്. ആ കണക്കനുസരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ നോമ്പും ചിട്ടപ്പെടുത്തേണ്ടത്. അതിൽ നിന്ന് റമളാൻ നോമ്പിനൊരു വിധിയും അറഫ നോമ്പിന് വേറൊരു വിധി അങ്ങനെയല്ല. റമളാൻ നോമ്പ് എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത് അതേപോലെ തന്നെയാണ് അറഫ നോമ്പ് ഉറപ്പിക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതാണ് ശരിയോടടുത്ത വീക്ഷണവും യുക്തിയോട് കൂടുതൽ യോജിക്കുന്ന വീക്ഷണവും. എന്തുകൊണ്ട്? ഒരേ കൂട്ടർ നമ്മൾ ഇതിൻ്റെ മസല നേരെ തിരിച്ചിട്ട് നോക്കുക. അതായത് ഇവിടെ മാസം കണ്ടതിൻ്റെ പിറ്റേന്ന് വേറൊരിടത്ത് മാസം കണ്ട് നോക്കുക. ഇവിടെ നേരത്തെ മാസം കണ്ട്, പിറ്റേന്ന് വേറൊരിടത്ത് മാസം കണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തായി കാരണം ഉണ്ടാകുക? പെരുന്നാൾ പെരുന്നാളിൻ്റെ അന്നായിരിക്കും അവിടെ ഇവിടുത്തെ അറഫ. അങ്ങനെ വരും. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് അവർ ദുൽഹജ്ജ് 10-ന് എങ്ങനെയാണ് അവർ നോമ്പെടുക്കുക? ഇവിടുത്തെ അറഫയെ നോക്കിയിട്ട്. പെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ ഹറാമാണ്. അപ്പം മാസം പിന്നെ അറഫയിൽ ഹാജിമാർ നിൽക്കുന്നതിനനുസരിച്ചാണ് ലോകം മുഴുവൻ ഒന്നായിട്ട് നോമ്പെടുക്കുന്നത്. ആ ഹാജിമാരോടൊത്ത് അറഫയിൽ നിൽക്കുന്നതിനോട് താതാത്മ്യം പുലർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നേരത്തെ മാസം കണ്ടിട്ട് അവർക്ക് പെരുന്നാളേക്കാരം.
ആ പെരുന്നാൾ ദിവസത്തിൽ അവർ നോമ്പെടുക്കേണ്ടതായ അവസ്ഥ വരും. മാത്രമല്ല അതൊരു പ്രായോഗിക ഇതുമല്ല. കാരണം ഈ അറഫയിൽ പകലാകുമ്പോൾ രാത്രിയാകണ നാടുകളുണ്ട്. അറഫയിൽ പകലാകുമ്പോൾ രാത്രി സമയമാകണ നാടുകളുണ്ട്. ആ നാട്ടുകാരെങ്ങനെ നോമ്പെടുക്കുക? മാത്രമല്ല അറഫയിൽ ഹാജിമാർ നൃത്തം തുടങ്ങുന്നത് ദുൽഹജ്ജ് 9 ഉച്ചക്കാണ്. അറഫ നൃത്തത്തിൻ്റെ അവസാന സമയം ദുൽഹജ്ജ് 10 ഫജ്റിനാണ്. അറഫയിൽ പകലിലും നിൽക്കുക, അന്നത്തെ രാത്രി നിൽക്കുക. പകലിൽ നിൽക്കാൻ പറ്റാത്തവർക്ക് രാത്രി പോയി എന്നാലും മതി. അപ്പോൾ രാത്രി സമയം അവസാനിക്കണത്, അറഫൻ്റെ സമയം അവസാനിക്കണത് ദുൽഹജ്ജ് 10 ഫജ്റോട് കൂടിയാണ്. അപ്പോൾ പിന്നെ ഹാജിമാരുടെ വുഖൂഫിനോട് താതാൽമ്യം പുലർത്തിയിട്ടാണ് എങ്കിൽ എപ്പോഴാണ് നോമ്പ് തുടങ്ങുക, എപ്പോഴാണ് നോമ്പ് അവസാനിക്കുക? ഏതായാലും അതൊരു പിന്നെ കൃത്യമായിട്ടുള്ളൊരു യുക്തിയോട് കൂടുതൽ അടുത്ത, അല്ലെങ്കിൽ ഷറൈൻ്റെ പിന്നെ പ്രമാണവചനങ്ങളോട് നേരിട്ട് അടുത്ത ഒരു അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പല പണ്ഡിതന്മാരും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ പറഞ്ഞതുപോലെ ഓരോ നാട്ടുകാർക്കും തൗഖീത്തുൽ യൗമി ഉണ്ട്, അതേപോലെ തന്നെ ആ നാട്ടുകാർക്ക് തൗഖീത്തുൽ ഷഹരി ഉണ്ട്. അവിടങ്ങളിൽ മാസം കണ്ടതിനനുസരിച്ച് അവർ ദുൽഹജ്ജ് 9 എന്നാണോ, ദുൽഹജ്ജ് 9 എന്നാണോ, ഇവിടെ അറഫ ദിവസം എന്നാണെന്നല്ല, ദുൽഹജ്ജ് 9 അവിടെ എന്നാണോ അന്ന് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് പിന്നെ പ്രബലമായിട്ടുള്ളത്. അതാണ് ശരിയോടടുത്ത അഭിപ്രായം എന്നുള്ളതാണ്. അല്ലാഹു തആല ആലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം ഉണ്ട്, ഒരു സഹോദരിക്ക് വേണ്ടിയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല ഉസ്താദ്, വേറൊരു വ്യക്തിപരമായ ഒരു സംശയമാണ് ഒരു സഹോദരിയുടെ. അതായത് പിന്നെ സ്ത്രീകൾക്ക് മഹറമായ ആൾക്കാരുടെ മുമ്പിൽ പിന്നെ മുഖവും മുങ്കയും വെളിവാക്കാമെന്നുള്ള ആയത്ത് ഉണ്ടല്ലോ, സൂറത്ത് നൂറിലെ ആയത്തിന്റെ വിശദീകരണപ്രകാരം മഹറമായ ആൾക്കാരുടെ മുമ്പിൽ മുഖവും മുങ്കയും ഒഴിവാക്കാം. അപ്പൊ അങ്ങനെയാണ് മഹറമായ ഈ പുരുഷന്മാരുടെ മുമ്പിൽ മറ്റ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ മുഴുവനുമായി മറക്കേണ്ടതുണ്ടോ എന്നാണ് സംശയം. അതേപോലെ തന്നെ അതേ ആയത്തിന്റെ വിശദീകരണത്തിൽ തന്നെ മുസ്ലിങ്ങളായ സ്ത്രീകൾക്ക് മുമ്പിൽ ഔറത്ത് വെളിവാക്കാൻ പാടില്ല, മറക്കണം എന്നുള്ള ഒരു വിശദീകരണം കൂടി അതിലുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളായ സ്ത്രീകളുടെ മുമ്പിലും ഈ ശരീരം മുഴുവനും മറക്കേണ്ടതുണ്ടോ എന്നാണ് വേറൊരു സംശയം. പിന്നെ അതേപോലെ തന്നെ വേറൊരു ചോദ്യം കൂടി ഉണ്ട്. അതായത് ഒരു സ്ത്രീയുടെ താടിയില് രോമങ്ങളുണ്ട്, അപ്പൊ അവർക്കത് ഒഴിവാക്കുന്നതിൽ വിഷമമുണ്ടോ, അത് എങ്ങനെയാണ് അതിന്റെ മസല എന്നാണ് വേറൊരു ചോദ്യം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് മറുപടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹ്റമല്ലാത്ത പുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീകളുടെ പിന്നെ ഔറത്ത്, അവരുടെ മുഖവും മുൻകൈച്ചുള്ള ഭാഗങ്ങളൊക്കെ മറക്കുക എന്നുള്ളതാണ്. മഹ്റം അല്ലാത്തവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ മുഖവും മുൻകൈ ഒഴിച്ചുള്ള ബാക്കികളൊക്കെ പിന്നെ മറക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ പിന്നെ ഓല തുറച്ചു നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും എന്നുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുല്ലിൽ മുഅ്മിനീൻ അയഗ്ദു ബി അബ്സാരിഹിം വകുല്ലിൽ മുഅ്മിനാത്ത് അയഗ്ദുദന ബി മിൻ അബ്സാരിഹിന്ന. ആണും പെണ്ണും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തിയിട്ട് അവർ ലജ്ജയിലായിരിക്കണം എന്നുള്ളതാണ്. അവരിങ്ങനെ മറച്ചു നിൽക്കുന്നതോടൊപ്പം മനസ്സും അവർ മറക്കേണ്ടതുണ്ട്, അല്ലാതെ മറച്ചിട്ട് കാര്യമല്ല. പിന്നെ അമുസ്ലിമീങ്ങളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ, മുസ്ലിം സ്ത്രീകളുടെ ഔറത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അന്യ പുരുഷന്മാരുടെ മുമ്പിലുള്ള പിന്നെ ഔറത്ത് എന്തോ അതായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എനിക്കതൊന്നും കൂടി എൻ്റെ ഒരു തഫ്സീർ നോക്കേണ്ടതുണ്ട്, വേണമെങ്കിൽ പിന്നീട് ഉണർത്താം. അല്ലാഹു തആല ആലം. പിന്നെ സ്ത്രീകളുടെ മുഖത്ത് രോമം മുളക്കുക, മീശ മുളക്കുക, താടി മുളക്കുക, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ഒരു ചോദ്യം, അതെന്താണെന്ന്. അതായത് പിന്നെ ഒരു മഅഹൂദായ ഒരവസ്ഥക്കപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ മുഖത്ത് രോമം മുളച്ച് മീശയായിട്ട് താടിയായിട്ട് അത് നീക്കുന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് സാധാരണ സ്ത്രീകളുടെ പ്രകൃതിക്കപ്പുറമാണ് ഈ രോമങ്ങൾ വളർന്നിട്ടുള്ളത് എങ്കിൽ അതൊരു ചികിത്സയുടെ ഭാഗം നീക്കാവുന്നതാണ്. അതാണ് അതിൻ്റെ തത്വം. അതായത് പിന്നെ കേവലം ചില പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ രോമങ്ങൾ ഇങ്ങനെ ഉടലെടുക്കുക എന്നുള്ളതുണ്ടാകും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുവിലുണ്ടാകും. എന്നാൽ ഈ ഒരു പതിവിനപ്പുറം രോമങ്ങൾ വളർന്നിട്ടുണ്ട് എങ്കിൽ അതിനെ ചികിത്സയുടെ ഭാഗം എന്നോണം നീക്കാവുന്നതാണ്. അതൊരിക്കലും അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തലല്ല. പറഞ്ഞാൽ അതാണ് വിഷയം. അതായത് ഇപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റിമറിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിലൊക്കെ അടിസ്ഥാനം. പക്ഷേ
പിന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ ഇങ്ങനെ രോമങ്ങൾ അത് പരിധി വിട്ട് വളർന്നിട്ടുണ്ട് എങ്കിൽ, അതാണ് മഅഹൂദായ അവസ്ഥക്ക് അപ്പുറം വളർന്നിട്ടുണ്ട് എങ്കിൽ, ചിലപ്പോൾ എന്ത് ചെയ്യും, ചില പിന്നെ നേരിയ രോമങ്ങൾ മീശ പോലെ ഇങ്ങനെ ഉണ്ടായിന്ന് വരും. അതിപ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടായിന്ന് വരും. അതേപോലെ തന്നെ പിന്നെ ചെറിയ ചെറിയ പിന്നെ ഈ ഉളകൾ ഇങ്ങനെ ഉണ്ടായിന്ന് വരും. അതൊന്നും പിന്നെ അല്ല ഉദ്ദേശം. ഒരു പിന്നെ പതിവിനപ്പുറം ഇങ്ങനെ രോമങ്ങൾ വളർന്നിട്ടുണ്ട് എങ്കിൽ അതൊരു ചികിത്സയുടെ ഭാഗമെന്നോണം, അത് ഒരു തെജ്മീലിൻ്റെ ഭാഗം എന്നോണമെന്നല്ല, ഭംഗി കൂട്ടണീൻ്റെ ഭാഗം എന്നല്ല, ഒരു ചികിത്സ ചെയ്തിട്ടത് മാറ്റുക എന്നുള്ളതിൻ്റെ നിലക്ക് അത്തരം രോമങ്ങൾ നീക്കാവുന്നതാണ്. അത് പണ്ഡിതന്മാർ അതാണ് അതിന് പറഞ്ഞതായ ഒരു മാനദണ്ഡം. മനസ്സിലായില്ലേ? അതിനിപ്പോൾ എവിടെയാണെങ്കിലും അത് പുരികാണ്, പിന്നെ താടിയാണ്, മീശയാണ്, ഇതൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അത് നീക്കാവുന്നതാണ്. പുരികം എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, നമ്മൾ പ്ലക്ക് ചെയ്യാൻ പാടില്ല, പ്ലക്ക് ചെയ്യാൻ പാടുള്ളതല്ല പുരുകം. പക്ഷെ ഒരു പെണ്ണിന് പുരുകം നന്നായിട്ട് ഉണ്ടായിക്കണ്. എങ്ങനെ ഉണ്ടായിക്കണ്? ഈ ഒരു പതിവിനപ്പുറം, മഅഹൂദായ അവസ്ഥക്ക് അപ്പുറം അങ്ങനെ ഉണ്ടാവുമല്ലോ. പണ്ട് ഗിന്നസ് ബുക്കിൽ കൊടുക്കൂല, അപ്പോൾ ഈ രോമം വന്ന ഒരു രൂപം കണ്ട് ഒന്നായിട്ട് രോമം അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അത് തെജ്മീലിൻ്റെ ഭാഗമായിട്ടല്ല നീക്കണത്, ഭംഗി കൂട്ടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടല്ല, പിന്നെയോ അതൊരു ഇലാജിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് നീക്കണത്. അങ്ങനെ ആകാവുന്നതാണത്. അത് പ്ലക്ക് ചെയ്യലല്ല, പിന്നെ നിഷിദ്ധമായിട്ടുള്ള മുടി പറിച്ചലുമല്ല. ഇതാണ് ഇതിൽ പറയാനുള്ളത്. അല്ലാഹു തആല അലം. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.